വൺസ് കോച്ചിങ് സെന്റർ ഇന്ന് നമ്മൾ K2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ തെർമോഡൈനാമിക്സ് ആൻഡ് തെർമൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് MET 202 K2ന്റെ 2019 സ്കീം റിവിഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2019 റിവിഷൻ സ്കീമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോസിലായിട്ട് പാർട്ട് എയിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ പാർട്ട് ബി സെഷൻസിലേക്ക് നമ്മൾ കടന്നു. പാർട്ട് ബി സെഷൻസിൽ നമുക്ക് ഓരോ മൊഡ്യൂളിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ ഏതെങ്കിലും ഒരു ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. നമ്മൾ മൊഡ്യൂൾ 1 ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് സിലബസ് ആണല്ലോ. ആ സിലബസിനനുസരിച്ചുള്ള പോർഷൻസ് ആണോ ചോദിച്ചിരിക്കുന്നത്, സിലബസിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ട്, ആ ഒരു പർട്ടിക്കുലർ ജൂലൈ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഏതാണ് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എല്ലാവരും കണ്ടു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മൊഡ്യൂൾ 2ന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. മൊഡ്യൂൾ 2ന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് വേണം, മൊഡ്യൂൾ 2ന്റെ സിലബസ് ഒന്ന് നോക്കണം അല്ലേ. സോ നമുക്ക് മൊഡ്യൂൾ 2ന്റെ സിലബസ് ഒന്ന് നോക്കാം. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് 0th law of thermodynamics വരെയുള്ള ബേസിക് തൊട്ട് 0th law of thermodynamicsഉം ടെമ്പറേച്ചർ മെഷർമെന്റും ആയിരുന്നു. അതിന്റെ ക്വസ്റ്റ്യനും ആ രീതിയിൽ തന്നെയാണ്. മൊഡ്യൂൾ 2ൽ വന്നിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനും അത് സറൗണ്ടഡ് ആപ്ലിക്കേഷൻസും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്. നമുക്ക് നോക്കാം. മൊഡ്യൂൾ 2 energy work, PdV work and other types of work transfer, free expansion work, heat and heat capacity, Joule's experiment, first law of thermodynamics, first law applied to non-flow process, enthalpy, specific heat, perpetual motion machine kind of one, first law of applied to flow process, mass and energy balance in simple steady flow process, application of steady flow energy equation, അതേപോലെ തന്നെ transient flow filling and emptying process, limitations of the first law. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 2ൽ വന്നിരിക്കുന്നത്. That means heat and work interaction, first law of thermodynamics in different kinds in the statement, that means closed system, open system, cyclic process, ഇതിനൊക്കെ ഫസ്റ്റ് ലോ എങ്ങനെ വേരി ചെയ്യുന്നു, സോ അതിന്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹീറ്റ് ആൻഡ് വർക്ക് ട്രാൻസ്ഫർ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഉള്ള കണ്ടീഷൻസ് ആണ് എന്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ വൺ ഓഫ് ദ മെയിൻ ആപ്ലിക്കേഷൻ ആണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അല്ലെ. ഫസ്റ്റ് ലോയിൽ നിന്ന് ഡെറിവ് ചെയ്തെടുക്കുന്നതാണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ദെൻ ബേസ്ഡ് ഓൺ ദി സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ നമ്മൾ അതിന്റെ ട്രാൻസിയന്റ് ഫ്ലോ സ്റ്റഡി ഫ്ലോ പ്രോസസിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതിൽ ഏറ്റവും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയിൽ ഫസ്റ്റ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനിൽ നിന്നും പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനെ ബേസ് ചെയ്തും ആ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഡെറിവേഷൻ ആവാം, അതുപോലെ തന്നെ ഡെറിവേഷനെ ബേസ് ചെയ്തിട്ടുള്ള എന്താവാം ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ആവാം, അതിന്റെ പ്രോബ്ലം ആവാം. ഈ 3 റീജിയനും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെയാണ് എന്ത് പെർപെച്വൽ മോഷൻ മെഷീനെ കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം. സോ ഇതൊക്കെ ഒരു ബേസിക്കലി നോർമലായിട്ട് കഴിഞ്ഞ റിവിഷൻസിലൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നതാണ്. നമുക്ക് 2021 ജൂലൈയിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ മൊഡ്യൂൾ 2ൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. 28 മാർക്കാണ്, 14 മാർക്ക് നമുക്ക് മേടിക്കേണ്ടതുണ്ട് അല്ലേ. സോ ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ പറ്റും എന്നും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിലേക്ക് പോകാൻ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വായിക്കാം. ഇതുണ്ട്, 2 സെറ്റ് ആണ്, 13ഉം 14ഉം ആണ് ക്വസ്റ്റ്യൻ. 13 A and B പാർട്ട്, ഈച്ച് ക്യാരിങ് 7 മാർക്ക്, അതേപോലെ തന്നെ 14. ഇനി ക്വസ്റ്റ്യന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം പാറ്റേൺ ഒരു എക്സ്പ്ലനേഷൻ തരാം അല്ലെ. ക്വസ്റ്റ്യൻ ഫസ്റ്റ് 13A പറയുന്നത് എക്സ്പ്ലെയിൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഷോ ദാറ്റ് എനർജി ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എന്നൊന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, പറയുന്നുണ്ട്, അവർ മെൻഷൻ ചെയ്തിട്ട് എന്താണ് ക്ലോസ്ഡ് സിസ്റ്റത്തെ ബേസ്ഡ് ആണ് ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനനുസരിച്ച് ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയാണ്. ദാറ്റ് മീൻസ് സിസ്റ്റവും സറൗണ്ടിങ്ങിൽ തമ്മിൽ എനർജി ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നുള്ള ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രൂവ് ചെയ്യുന്ന എനർജി, അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ പാത്ത്. അങ്ങനെയുള്ള ഒരു പ്രൂഫ്, ഒരു ഡെറിവേഷൻ പോലെ നമുക്ക് ചെയ്യണം എന്നുണ്ട് അല്ലെ. അപ്പോൾ 2 ഭാഗമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റിന് ഒരു 3/4 മാർക്കും റിമൈനിങ് ആയിട്ടുള്ള ഇത് വരുന്നത് അതിന്റെ എന്താണ് നമ്മുടെ ആ എനർജിയുടെ ഡെറിവേഷനുമാണ്, എനർജി എന്ന പ്രൂഫിനുമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചോദിച്ചിരിക്കുന്ന എ ഫ്ലൂയിഡ് ഈസ് കൺഫൈൻഡ് ഇൻ എ സിലിണ്ടർ, അതൊരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഫസ്റ്റ് ലോന്റെ ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് ഫസ്റ്റ് ലോനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം തന്നെ ആയിരിക്കും. ഫസ്റ്റ് ലോന്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അതും 7 മാർക്കാണ്. ദെൻ അതിന്റെ ഓപ്ഷണൽ പാർട്ടായിട്ട് തന്നിരിക്കുന്ന 14A എന്ന് പറയുന്നത് ഡിസ്കസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡി ഫ്ലോ. ദാറ്റ് മീൻസ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്നാണ് അതിന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. നോസിൽ ഡിഫ്യൂസർ, ത്രോട്ടിലിംഗ് ഡിവൈസ്, ടർബൈൻ ആൻഡ് കംപ്രസർ. ഈ നോസിൽ ഡിഫ്യൂസർ നമ്മൾ രണ്ടിനും ഒരേപോലെ തന്നെയാണ് കേട്ടോ. നോസിലും ആൻഡ് ഡിഫ്യൂസർ രണ്ടും ഒരേ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ത്രോട്ടിലിംഗ് ഡിവൈസ്, ടർബൈൻ, കംപ്രസർ, ഇത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഉപയോഗിച്ച് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഡിവൈസ് അത് എങ്ങനെയായിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം, കാരണം ടൈം പോവില്ല. അപ്പോൾ അതിൽ ആൻസർ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഓപ്ഷണൽ പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ,
എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 15 ഡിഗ്രി സെൽഷ്യസ് പാസ് ത്രൂ എ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഒരു കമ്പൈൻഡ് ഡയഗ്രാമാണ്. ഹീറ്റ് എക്സ്ചേഞ്ചർ, ടർബൈൻ, നോസിൽ എന്ന് പറഞ്ഞൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, പവർ ഔട്ട്പുട്ട്, വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഈ മൊഡ്യൂൾ 2ന്റെ ഒരു സെറ്റ് നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ 50% തിയറി പോർട്ട് ആൻഡ് 50% പ്രോബ്ലം പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. തിയറിയിൽ തന്നെ ഡയറക്റ്റ് തിയറി അല്ല, ചെറിയ രീതിയിൽ ഒരു ഡെറിവേഷൻ പോലെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ടും ഏകദേശം ഒരേ വെയിറ്റേജ് പോലെ തന്നെ ഒരേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒന്ന് സ്റ്റഡി ഫ്ലോ ഡയറക്ട്ലി ഫസ്റ്റ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തത് ഫസ്റ്റ് ലോനെ ബേസ് ആപ്ലിക്കേഷൻ സ്റ്റഡി ഫ്ലോ എന്ന് ചോദിച്ചിരിക്കുന്നു മാത്രം. രണ്ട് ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ രണ്ട് ടോപ്പിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സ്ഥിരമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രോബ്ലം ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കണ്ടന്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിൽ ഏത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. നിങ്ങൾ ഇതിൽ ഏത് ടോപ്പിക്, ഫസ്റ്റ് ലോനെ ബേസ് ചെയ്തുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ലോയാണ് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇനി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സ്റ്റഡി ഫ്ലോനെ ബേസ് ചെയ്തും അതിൻ്റെ ആപ്ലിക്കേഷനും ആണെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുക? സെക്കൻഡ് ചൂസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു ഫുൾ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് ഓരോന്ന് തുടങ്ങിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. നമുക്ക് എന്തായാലും ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും പഠിക്കുകയും വേണം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വായിക്കാം. എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം undergoing change of state show that the energy is a property of a system. 7 മാർക്കാണ് അല്ലേ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ചേഞ്ച് ഓപ്പൺ സിസ്റ്റം, അതുപോലെ ക്ലോസ്ഡ് സിസ്റ്റം, ഫോർ എ സൈക്ലിക് പ്രോസസ്, അതുപോലെ ഫ്ലോ പ്രോസസ്, അതേപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ പല പല രീതിയിൽ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. ജനറൽ ഒരു ഓവർവ്യൂ തീർച്ചയായിട്ടും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് കൊടുക്കണം. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, വാട്ട് ഈസ് ദ കൺസെപ്റ്റ്, അങ്ങനെ ഒരു കാര്യം കൂടി കൊടുക്കണം. അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടീസ് ആണ് അവിടെ നിന്ന് ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നത് അതും നമ്മളവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ജനറലി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ കൺസർവേഷൻ ഓഫ് എനർജി, ആ ഒരു വേർഡ് നിർബന്ധമായും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വിച്ച് കൺസേൺ വിത്ത് എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജി. ദെൻ വാട്ട് യു മീൻ ബൈ കൺസർവേഷൻ ഓഫ് എനർജി, അത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം അല്ലേ. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ? ദ എനർജി ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം എന്താണ് വൺ ഫോം ടു അനദർ. ഈ ട്രാൻസ്ഫർ ഓഫ് എനർജി എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഐഡിയോളജിയിൽ നിന്നാണ് അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ, വർക്ക് ട്രാൻസ്ഫർ എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ എന്നുള്ള കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട് ആണല്ലോ. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ദാറ്റ് the energy can be converted from one form to another with the interaction of heat and work, internal energy, but it cannot be created or not destroyed under any circumstances എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കൺസർവേഷൻ ഓഫ് എനർജിനെ വേറൊരു രീതിയിലേക്ക് അത് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആസ് പെർ ദ ഇക്വേഷൻ എന്താണ്, അതായത് ഒരു ഹീറ്റ് നിന്ന് വർക്ക് ഫോം ചെയ്തിരിക്കുന്നു. നമ്മളൊരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് കൺസിഡർ. സോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ എനർജി ട്രാൻസ്ഫർ ആണ്, ദർ ഇസ് നോ നീഡ് ഓഫ് മാസ് ട്രാൻസ്ഫർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വർക്ക് ഔട്ട്പുട്ട് കിട്ടും ആണല്ലോ. ദെൻ അവിടെ ഒരു കൺട്രോൾ വോളിയം നമ്മൾ പറഞ്ഞിരുന്നു. ആ കൺട്രോൾ വോളിയത്തിനുള്ളിൽ എന്ത് ചെറിയ ഒരു എനർജി അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ആ ക്രിയേറ്റഡ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് എനർജിനെ നമ്മൾ പറഞ്ഞ ഒരു പുതിയൊരു കൺസെപ്റ്റ് അവിടെ വരുവാണ്. അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് എനർജിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. സോ ഈ ഡെൽറ്റ യു അല്ലെങ്കിൽ യു എന്നൊരു ടേം കൊണ്ടാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുക? ഇന്റേണൽ എനർജി റെപ്രസെന്റ് ചെയ്യുക. സോ ആസ് പെർ ദ ഇക്വേഷൻ ജനറൽ ആയിട്ട് നമ്മൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? Q plus W എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q plus W അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഹീറ്റ് പ്ലസ് ചേഞ്ച് ഇൻ വർക്ക് പെർ എന്നുള്ള ഫോമിൽ എഴുതാം. Q ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ W എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫോർ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് വിചാരിക്കാം അല്ലെ. എനർജി അല്ല ആണല്ലോ. എന്താ പറയാ, ഇതൊരു ക്ലോസ് സിസ്റ്റമാണ്. ഈ ക്ലോസ് സിസ്റ്റത്തിനകത്ത് എന്തായാലും സംഭവം ഉണ്ടാവുള്ളൂ, ഒരു എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു ക്ലോസ് സിസ്റ്റത്തിലേക്ക് ഞാൻ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണ്, ഹീറ്റ് കൊടുക്കുകയാണ്. സോ ആ ഹീറ്റ് കൊടുക്കുന്നതനുസരിച്ച് ആ ഒരു സിസ്റ്റം തെർമോഡൈനാമിക് പ്രോസസ്സ് അണ്ടർഗോ ചെയ്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? W എമൗണ്ട് ഓഫ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആണല്ലോ. ദെൻ ദർ വിൽ ബി, നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ബട്ട് ഇറ്റ് ഈസ് നെയ്തർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് നോർ ഇൻ ദ ഫോം ഓഫ് എ വർക്ക് ആണല്ലോ. ഹീറ്റിൻ്റെയോ വർക്കിൻ്റെയോ ഫോമിലല്ല, പുതിയൊരു ഫോമിലാണ് അതവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ആ സ്റ്റോർ ചെയ്യുന്ന എനർജീനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. വെരി ഇമ്പോർട്ടൻറ്റ് ടേം, ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. സോ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇംപ്ലൈസ് ദ ടേം എന്താണ് ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ഇന്റേണൽ എനർജി ഓഫ് സിസ്റ്റം, നമ്മൾ ഇന്റേണൽ എനർജിനെ യു എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ യു ജനറലി യു എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ഇ എന്ന് പറയാം. ഓക്കെ, റെപ്രസെന്റ് ചെയ്ത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പലതരത്തിലുള്ള വർക്ക് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫറും കാണിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ, നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ
മൈനസ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ എനർജി, ദാറ്റ് ഈസ് സ്റ്റോർഡ് എനർജി അല്ലെ, ഇൻക്രീസിങ് എനർജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇന്റേണൽ എനർജി എന്നൊക്കെ പറയാം. സോ ആ എനർജി എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇന്റേണലി അക്യുമുലേറ്റഡ് എനർജി പ്ലസ് മറ്റ് റൊട്ടേഷൻ അല്ലെ, ഇതൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഓക്കെ, Q which is equal to എന്താണ്? ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്നാകും. കാരണം ഞാൻ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ക്യൂ വർക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു, വർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദർ വിൽ ബി സം സോർട്ട് ഓഫ് എനർജീസ് ക്രിയേറ്റഡ് ഓൺ ഇറ്റ് ആണല്ലോ. അതിന് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ റെപ്രസെന്റ് ഇങ്ങനെയാണ്, ക്യൂ മൈനസ് ദിസ് ഡബ്ല്യു ഈക്വൽ ടു ഡെൽറ്റ ഇ ആണ്. ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഫോം ആവാം, കൈനറ്റിക് എനർജി ഫോം ആവാം, ഇന്റേണലി അക്യുമുലേറ്റഡ് എനർജി ആവാം, മറ്റ് വൈബ്രേഷൻ, ട്രാൻസ്ലേഷൻ അങ്ങനെ എന്തെങ്കിലും ആവാം അല്ലേ. സോ ഓൾ അതർ എനർജി, മെക്കാനിക്കൽ എനർജി നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എന്ത് മാത്രമാണ്? ദിസ് ഡെൽറ്റ യു മാത്രമാണ്. സോ ദ ഇക്വേഷൻ ബിക്കം എന്തായിരിക്കും? Q which is equal to ഡെൽറ്റ യു പ്ലസ് എന്തായിരിക്കും? W. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എന്താണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണല്ലോ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വാട്ട്? Q എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, W എന്ന് പറയുന്നത് വർക്ക് ട്രാൻസ്ഫർ ആണ്, ഡെൽറ്റ യു എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്? ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം ആണ്. ഓക്കെ, Q എന്ന് പറയുമ്പോൾ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കേട്ടോ. നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ അകത്തേക്ക് പുറത്തേക്ക് പോകുന്നതനുസരിച്ച് നമ്മൾ ആ സൈൻ കൺവെൻഷനോട് കൺസിഡർ ചെയ്തിട്ടുള്ള നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. ഈ ഒരു കേസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. Q1 എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നു, Q2 അകത്തേക്ക്, Q3 അകത്തേക്ക് അല്ലെ. നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഹീറ്റ് നമ്മൾ എന്താ കൊടുക്കുക? പ്ലസ് സൈനാ കൊടുക്കുക. സോ Q2 പ്ലസ് Q3 മൈനസ് Q1 വിച്ച് ഇസ് ഈക്വൽ ടു വർക്ക് എങ്ങനെയാണ്? വർക്ക് പുറത്തേക്ക് പോകുന്നത് W2 പുറത്തേക്കാണ് പോകുന്നത്, W3 പുറത്തേക്കാണ് പോകുന്നത്. സോ W2 പ്ലസ് W3 മൈനസ് ഓഫ് W4 പ്ലസ് W1 എന്നുള്ള ടേമിലാണ് വരിക. മൈനസ് W1 മൈനസ് W4 എന്ന് വരും അല്ലെ. സോ ദിസ് ഇസ് ദ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ വിത്ത് പ്ലസ് ഡെൽറ്റ യു. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഷൻ ഫോം ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതുക. മനസ്സിലാണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ജനറലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. സോ ഒരു ബേസിക് സ്റ്റേറ്റ്മെന്റ്, ബേസിക് ഇക്വേഷൻ, പിന്നെ ഒരു ജനറലൈസ്ഡ് ഇക്വേഷൻ, അതായത് എന്താണ് ഇന്റേണൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് കുറച്ചുകൂടി മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഇക്വേഷനും ഒരു ഡയഗ്രാം കൂടെ കാണിച്ചാൽ നമുക്ക് അതിനകത്തെ മാർക്ക് കിട്ടും. ഏകദേശം ഇത് ചോദിച്ചിരിക്കുന്ന 2 പാർട്ടായിട്ടാണ്. ഇതിൽ ജനറേറ്റ് ചെയ്ത എനർജി ഫോം എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ് അല്ലേ. സോ അതൊരു പ്രോപ്പർട്ടി ആണ് എന്ന് കൂടി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ക്വസ്റ്റിനകത്ത്. സോ അതിന്റെ ബെറ്റർ ഹാഫ് 3.5, ഒരു 3 മാർക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ ബാക്കി 4 മാർക്ക് വരുന്നത് എന്തിനാണ്? ആ ഒരു പ്രൂഫിനാണ്. എന്താണ് ആ പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഒരു വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ അതിനാണ് ബാക്കി മാർക്ക് വരുന്നത് അല്ലേ. സോ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. എന്താണ് ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ്? എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? എനർജി കൺസർവേഷൻ എന്ന് ടേം വേണം. ദെൻ വാട്ട് യു മീൻ ബൈ എനർജി കൺസർവേഷൻ, ബേസിക് ഇക്വേഷൻ, പിന്നെ എന്താണ് സിസ്റ്റം സറൗണ്ടിങ് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്യണം. അവർ എടുത്ത് പറഞ്ഞത് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ക്ലോസ്ഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ, ജനറേഷൻ ഓഫ് ഇന്റേണൽ എനർജി എന്താണ്, ദെൻ ആ ഇന്റേണൽ എനർജിനെ എങ്ങനെ നമുക്ക് ഡെൽറ്റ യു ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം, പൊട്ടൻഷ്യൽ എനർജി നെഗ്ലിസേഷൻ കാണിച്ചതിന് ശേഷം ആ ഡെൽറ്റ യു എന്നുള്ള കൺസെപ്റ്റിലേക്ക് എങ്ങനെ വരാം, ദെൻ എന്താണ് നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ, ദെൻ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ, ആ ഒറ്റ ഫിഗർ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. Okay, so these are all about a statement of first law of thermodynamics. Hope you guys are clear. Okay, so the next question എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റൻ അല്ല, ഇതിൽ തന്നെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രൂവ് ദാറ്റ് ദ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് എ പ്രോപ്പർട്ടി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലോ. എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാൻ ഒരു 2 സ്റ്റേറ്റ് പോയിന്റ്സ് എടുക്കുവാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ് പോയിന്റ് 1 എന്ന് പറയുന്നതാണ്. ദാറ്റ് മീൻസ് അറ്റ് എ പ്രഷർ ഓഫ് P1 V1. അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? P2 V2. അത് 2 സ്റ്റേറ്റ് ആണ്. ഒരു 1 to 2 എന്ന് പറയുന്ന ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1 to 2 മേ ബി കണ്ടക്റ്റഡ് ടു ദ പാത്ത് A. അതേപോലെ എന്താണ് ഇത് റിപ്പീറ്റ് നടക്കുന്നത് B വഴിയാവാം, C വഴിയാവാം. 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നു, ഒരു സൈക്ലിക് പ്രോസസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കാം. സോ അതിനകത്ത് 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് A എന്ന് പറഞ്ഞ പാത്തിൽ കൂടെ നടന്നു. തിരിച്ച് 2 to 1 എന്ന് പറയുന്നത് എനിക്ക് ത്രൂ ദ പാത്ത് എന്താവാം? B ആവാം, ഓർ മേ ബി C ആവാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാത്ത് എടുത്തതെന്ന് ഞാൻ പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ദ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം. Property of a system means it initially depends upon only the initial and the final points അല്ലേ. It does not depends upon the path. That means നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇത് അതിന്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2 പാത്ത് വഴിയുള്ള ഇക്വേഷൻ കൺസിഡർ ചെയ്ത് നോക്കണം. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിൽ 2 കേസിൽ എന്തായിരിക്കും? ആ എനർജി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 1 to 2 എന്ന് പറയുന്ന ഒരു പാത്താണ്. ത്രൂ പാത്ത് A ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 1 to 2 എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് ഒരു സൈക്ലിക് പ്രോസസ്സ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഒരു തെർമോഡൈനാമിക്സിനകത്തെ
സൈക്ലിക് പ്രോസസ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ സൈക്ലിക് പ്രോസസ്സിനകത്തെ 1 to 2 എന്ന് പറയുന്ന ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ്, മേ ബി ഐസോട്രോപിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് തെർമോമീറ്റർ, നമുക്ക് ഒരു കാര്യമല്ല. സോ ഏത് പ്രോസസ് ആണെങ്കിലും ഞാൻ കണ്ടക്ട് ചെയ്യുന്നത് ത്രൂ ദ പാത്ത് എ ആണ്. ഓക്കെ, ത്രൂ ദ പാത്ത് എ ആൻഡ് പാത്ത് ബി. ഒരെണ്ണം നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഒരു പ്രോസസ് 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് എ കോമൺ ആണ്. 2 to 1 എന്ന് പറഞ്ഞ പ്രോസസ്സ് കൂടെ ആകുമ്പോഴേ എന്താകുള്ളൂ, സൈക്ലിക് പ്രോസസ് ആവുള്ളൂ. ഓക്കെ, ഒരു തവണ ഞാൻ എടുക്കുന്നത് 2 to 1 എന്ന് പറയുന്നത് ത്രൂ ബി ആണെങ്കിൽ നെക്സ്റ്റ് ടൈം എടുക്കേണ്ടത് എന്തായിരിക്കും, സി ആയിരിക്കണം. അതിൽ എ എന്ന് പറഞ്ഞ പാത്ത് 1 to 2 നടക്കുന്ന പാത്ത് കോമൺ ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രൂഫിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഞാൻ അപ്പോൾ എടുക്കാൻ പോകുന്ന പാത്ത് ഏതാണ്, 1 to 2 എന്ന് പറയുന്ന പാത്ത് ത്രൂ എയും, അതേപോലെ 2 to 1 എന്ന് പറയുന്നത് ആദ്യം ഇനീഷ്യലി ഫസ്റ്റ് കണ്ടീഷനിൽ ഇനീഷ്യലി ആയിട്ട് ഏതാണ്, ബി ആണ് എടുക്കുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലേ, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെന്ന് കരുതുക, ഇതൊരു എന്താ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് കൺസിഡറേഷൻ എടുക്കുകയാണെങ്കിൽ 1 to 2 അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വി ക്യാൻ റൈറ്റ് ദാറ്റ് എന്താണ്, Q ഈക്വൽ ടു ഡെൽറ്റ U ഈക്വൽ ടു Q പ്ലസ് W, റൈറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് Q ഈക്വൽ ടു എന്ത് എഴുതാം, Q ഈക്വൽ ടു എന്ത് എഴുതാം, ഇന്റേണൽ എനർജിയുടെ ഫോമിൽ എഴുതാം അല്ലേ. ഇവിടെ ഇന്റേണൽ എനർജി എന്നല്ല, എനർജിന്ന് എടുത്താൽ മതി, ടോട്ടൽ എനർജി എന്നുള്ള കൺസിഡറേഷൻ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരും, ഒന്നാമത്തെ ഇക്വേഷൻ 1 to 2 എടുക്കുകയാണെങ്കിൽ ഫോർ പാത്ത് എ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ QA ഈക്വൽ ടു ഡെൽറ്റ EA പ്ലസ് എന്തായിരിക്കും, അവിടുത്തെ വർക്ക് ട്രാൻസ്ഫർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇതേപോലെ പാത്ത് ബി ആണെങ്കിൽ അവിടുത്തെ QB ഈക്വൽ ടു എന്തുവരും, QB എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെൽറ്റ EB പ്ലസ് എന്തായിരിക്കും, WB ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും നമുക്ക് കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ ഒരു സൈക്ലിക് പ്രോസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു, ഫോർ എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണോ. ഇതൊരു നമ്മൾ എയും ബിയും അറ്റ് എ ടൈമിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. സൈക്ലിക് പ്രോസസ്സിനകത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, ഫോർ എ സൈക്ലിക് പ്രോസസ് ദ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ദ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹീറ്റ് മുഴുവൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഇക്വേഷൻ, നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഓഫ് എ സൈക്കിൾ വിച്ച് ഇസ് ഈക്വൽ ടു നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് എ സൈക്കിൾ ആണല്ലോ. ഇവിടുന്ന് ഇക്വേഷൻ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക്, ഓക്കെ, ഇവിടുത്തെ വർക്ക് WAയും ഒരു വർക്ക് എന്താണ് WBയും ആണ് അല്ലെ, WAയും WBയും ആണ്. സോ WA പ്ലസ് WB വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ, QA പ്ലസ് QB ആയിരിക്കും. ഓക്കെ, QA പ്ലസ് QB ആയിരിക്കും. കറക്റ്റ് ആണോ? ഞാൻ ഓരോ ടേമിനെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്, ഒരു ടേമിനെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് Q എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും, നമ്മുടെ QAനെ പ്രത്യേകം കൊണ്ട് എങ്ങനെയാണെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. എനിവേ ഞാൻ കൊണ്ടുവരുന്നത് WA അവിടെ നിർത്തി, ഓക്കെ, WBനെ ഇവിടെ നിർത്തി, WB മൈനസ് എന്ത് വന്നു, QB, WB മൈനസ് QB വിച്ച് ഇസ് ഈക്വൽ ടു അവിടെ നിർത്തി QA മൈനസ് WA. ഓക്കെ, അതായത് A ടേംസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകും. ഓക്കെ, WA അവിടെ QA ഇവിടെ നിർത്തി WAനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ദാറ്റ് മീൻസ് മൈനസ് WA, QB ഇപ്പുറത്തേക്ക് കൊണ്ട് WB മൈനസ് QB അല്ലേ. സോ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, എയും ക്യൂവിൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ, ഓക്കെ, QA മൈനസ് WA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്, വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ EA ആണ്, ഇന്റേണൽ എനർജിയാണ് അല്ലേ. ആ ഒരു പർട്ടിക്കുലർ പ്രോസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ QA മൈനസ് WA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താണ്, WEA ആണ്. സിമിലർലി WB മൈനസ് QB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇത് മൈനസ് ഡെൽറ്റ EB ആണ്, മൈനസ് ഡെൽറ്റ EB. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി, ഡെൽറ്റ EA, നോക്കിയേ, ഡെൽറ്റ EA വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്താണ്, ഡെൽറ്റ EB എന്ന് കിട്ടി. ഇതിവിടെ കിട്ടി. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണേ, ഈ ഇക്വേഷന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എടുത്ത പാത്ത് എന്ന് പറയുന്നത് 1 to 2 through A and 2 to 1 through B ആണ്. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് എടുക്കുന്നത് 1 to 2 1 to 2 എന്ന് പറഞ്ഞ പ്രോസസ് ത്രൂ A തന്നെ, then 2 to 1 ത്രൂ ദ പ്രോസസ് എന്താണ്, C ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, C. സിമിലർലി ഈ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും, എന്താണ്, QA എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് QA വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ EA പ്ലസ് WA. സിമിലർലി 2 to 1 എന്ന് പറഞ്ഞ പ്രോസസ് C വഴി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ QC വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട് ഹാപ്പൻ, ഡെൽറ്റ EC പ്ലസ് WC. ഇത് ഈ 1 to 2 to 1 ത്രൂ C എടുക്കുകയാണെങ്കിൽ അഗൈൻ ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ്. അവിടെയും നമുക്ക് എന്ത് എഴുതാം, നെറ്റ് വർക്ക് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് എഴുതാം.
സോ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തായിരിക്കും WA plus WC which is equal to what is net heat transfer എന്ന് പറയുന്നത് QA plus it is QC. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ്, അതായത് ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ വരിക, നമ്മളിവിടെ WC ഇവിടെ നിർത്തി, WC ഇപ്പുറത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ -QC which is equal to QA minus WA അല്ലെ. വാട്ട് ഈസ് ദിസ് QA minus WA? ഈ QA minus WA എന്ന് പറഞ്ഞ ടേം എന്താണ്? QA minus WA എന്ന് പറഞ്ഞ ടേം എന്താണ്? ഇറ്റ് ഈസ് ഡെൽറ്റ EA. ഓക്കെ, ഡെൽറ്റ EA. വാട്ട് ഈസ് WC minus QC? ഇറ്റ് ഈസ് മൈനസ് ഡെൽറ്റ EC. ഡെൽറ്റ EC. ഓക്കെ, സോ ഇക്വേഷൻ 2 എന്ന് എഴുതി ഞാൻ. ഇക്വേഷൻ 1ഉം നമ്മുടെ ഇക്വേഷൻ 1 എന്തായിരുന്നു? ഡെൽറ്റ EA ഈക്വൽ ടു മൈനസ് ഡെൽറ്റ EB. ഇനി ഡെൽറ്റ ഇപ്പോൾ ഇക്വേഷൻ 2 എന്താണ്? ഡെൽറ്റ EA ഈക്വൽ ടു മൈനസ് ഡെൽറ്റ EC അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് അല്ലേ. ഒരു ടേം സെയിം ആണ്, ഒരു സൈഡ് സെയിം ആണ്. സോ ഇക്വേഷൻ നമ്പർ 1ഉം 2 ഒന്ന് കമ്പയർ ചെയ്യാണ്. 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഡെൽറ്റ EA which is equal to എന്താണ്? എൻ്റെ ഡെൽറ്റ EAയുടെ അപ്പുറത്ത് ഇവിടെ കിടക്കുന്നത്, ഡെൽറ്റ EAയുടെ ഇപ്പുറത്ത് ഇവിടെ കിടക്കുന്നത് എന്താണ്? മൈനസ് ഡെൽറ്റ EC ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു അപ്പുറം കിടക്കുന്നത് എന്താണ്? ഡെൽറ്റ EB ആണ്. മൈനസ് പോയി കഴിഞ്ഞാൽ ഡെൽറ്റ EB വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ EC. കണ്ടോ? അതായത് അർത്ഥം എന്താണ്? ഡെൽറ്റ ഇന്റേണൽ എനർജി ചേഞ്ചസ് ഇൻ ദ കേസ് ഓഫ് പാത്ത് B വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റേണൽ എനർജി ചേഞ്ചസ് ഇൻ ദ കേസ് ഓഫ് എന്താണ്? C. ഇൻ ദ കേസ് ഓഫ് പാത്ത് C. ഓക്കെ, അതായത് പാത്ത് ബിയിൽ കൂടി പോകുമ്പോഴുള്ള ഇന്റേണൽ എനർജി ചേഞ്ചും പാത്ത് സിയിൽ കൂടി പോകുമ്പോഴുള്ള ഇന്റേണൽ ചേഞ്ചും സെയിം തന്നെയാണ്. ദാറ്റ് മീൻസ് എനർജി ഡസ് നോട്ട് വേരി ആണല്ലോ. എന്തായിരുന്നു നമുക്ക് പ്രൂഫ് എന്ന് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മുടെ പ്രൂഫ് അനുസരിച്ച് പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് ഇന്റേണൽ എനർജി ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം എന്നാണ്. പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് അല്ലെ. പാത്ത് ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ, പാത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്റേണൽ എനർജി സെയിം ആയിട്ട് വരില്ലായിരുന്നു. ഇവിടെ പാത്ത് ചേഞ്ച് ചെയ്തിട്ടും ഇന്റേണൽ എനർജിക്ക് വേരിയേഷൻസ് ഒന്നും വരാത്തതിനാൽ എന്താ നമുക്ക് പറയാം? It does not depends upon path. That means it only depends upon എന്താണ്? Its initial and final condition അല്ലെങ്കിൽ initial and final state of the points അല്ലെ. സ്റ്റേറ്റ് പോയിന്റ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. That means it is a property of the system. ആ ഒരു ജസ്റ്റിഫിക്കേഷനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഒന്നുകൂടി ഒന്ന് പറയാം. നമ്മൾ ഒരു സൈക്ലിക് പ്രോസസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. പ്രോസസ് 1 to 2. പ്രോസസ് 1 to 2 is considered from A, path A. Then reverse process 2 to 1 എന്നുള്ള സൈക്ലിക് പ്രോസസ് കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് പാത്ത് എടുക്കുന്നു. ത്രൂ ദ പാത്ത് A and through the path B and through the path C. രണ്ട് കേസിലുള്ള തെർമോഡൈനാമിക് സ്റ്റേറ്റ് ചേഞ്ച് എഴുതി, സൈക്ലിക് പ്രോസസിന്റെ വർക്ക് എനർജി എഴുതി, എനർജിയുടെ ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് കേസിനകത്തും പാത്ത് ബി കൺസിഡർ ചെയ്യുമ്പോഴും പാത്ത് സി കൺസിഡർ ചെയ്യുമ്പോഴുള്ള എനർജി വേരിയേഷൻ, ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് സെയിം, ഒരു കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് upon the path, only depends upon its initial and final point. That means state points. That means the energy is a property of a system. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടും? ഈ ഒരു ഡെറിവേഷൻ്റെ ബാലൻസ് ഉള്ള 4 മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നിങ്ങൾ എഴുതുമ്പോൾ ഒരു ഇനീഷ്യൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇന്റേണൽ എനർജി അല്ലെങ്കിൽ എനർജി ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ദി സിസ്റ്റം എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ എ പ്രോസസ് ഫ്രം 1 to 2 എന്നുള്ള ഒരു ഇനിഷ്യൽ, ദെൻ ഒരു ഡയഗ്രാം, ദെൻ രണ്ട് സ്റ്റെപ്പ്. പ്രോസസ് ഏതാണ്? 1 to 2 A and 2 to 1 path A. അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ദെൻ അടുത്ത സ്റ്റേറ്റ് എഴുതി ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. കമ്പയറിംഗ് ഇക്വേഷൻ നമ്പർ 1 and 2 എഴുതുക. ദെൻ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക. ഇത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, സോ ഇതിൽ നിന്ന് 7 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ 13th ബി പാർട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു പ്രോബ്ലം ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതേപോലത്തെ ഒരുപാട് പാറ്റേൺ, സെയിം പാറ്റേൺ, അതിൽ ആ വാല്യൂ ഓഫ് ഇക്വേഷൻസ് മാത്രമേ മാറി വരുന്നുള്ളൂ. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. സംഭവം സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. എ ഫ്ലൂയിഡ് ഈസ് കൺഫൈൻഡ് ഇൻ എ സിലിണ്ടർ by a spring loaded frictionless piston so that the pressure in the fluid is linear function of a volume given P equal to A plus BV. A and B are any arbitrary values. The internal energy of a fluid is given by the equation U equal to 34 plus 3.15 PV, where U in kilojoule, P in kilopascal and V in cubic meter cube. If the fluid changes from initial state of 170 kilopascal and 0.03 meter cube to a final state of 400 kilopascal and 0.06 meter cube with no work other than that done on the piston. Find the direction and magnitude of the work and heat transfer. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളിനകത്ത് നമുക്ക് ഇവിടുത്തെ പ്രഷർ അല്ലെ എന്താ പറയുന്നത്, ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ, സോ ദാറ്റ് പ്രഷർ ഇൻ ദ ഫ്ലൂ, പ്രഷർ വേരിയേഷൻ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് P is equal to A plus BV. ഓക്കെ, P is equal to A plus BV. അതേപോലെ
ഇന്റേണൽ എനർജിക്കും അവർ ഇക്വേഷൻ വന്നിട്ടുണ്ട് U ഈക്വൽ ടു 3.34 പ്ലസ് 3.15. ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് തന്നെ ഒരുപാട് തവണ ഇതേ ക്വസ്റ്റ്യൻ പഴയ പ്രീവിയസ് സെക്ഷനിലും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈമിലും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഈ 34 എന്നുള്ളത് 42 ആക്കി, അങ്ങനെ വാല്യൂ ചേഞ്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ ഒരു പാറ്റേണിക് ക്വസ്റ്റ്യൻ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും, അതിന്റെ ഐഡിയ മനസ്സിലാവും. ഓക്കെ, പിന്നെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഓരോ ടൈം U എങ്ങനെയാണ്, കിലോ ജൂളിലാണ്, കിലോ പാസ്കൽ, അതിന്റെ വാല്യൂ വേരിയേഷൻ തന്നിരിക്കുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും. ഇനീഷ്യലില് പ്രഷർ 170യും അതേപോലെ വോളിയം 0.03യുമാണ്. ഫൈനൽ പ്രഷർ 400ഉം 0.06 ആണ്. P1 V1 P2 V2 നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. വാട്ട് ഈസ് ദ വർക്ക് ട്രാൻസ്ഫർ ദർ, വാട്ട് ഈസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ദർ. ഇതൊരു തെർമോഡൈനാമിക്സ്, നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ക്വസ്റ്റൻ ആണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലെ. കാരണം ഇന്റേണൽ എനർജി തന്നിട്ടുണ്ട്, വർക്ക് ട്രാൻസ്ഫർ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. രണ്ട് കണ്ടീഷൻ വെച്ചാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ വാല്യൂ, ഡയറക്ഷൻ എന്ന് പറയുന്നത് വെദർ ഹീറ്റ് ട്രാൻസ്ഫർ അകത്തേക്കാണോ പുറത്തേക്കാണോ, അതാണ് നെഗറ്റീവ് സൈൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കത് ഓരോന്ന് ചെയ്ത് നോക്കാം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനകത്ത് ഗിവൺ ഡാറ്റാസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. ഇക്വേഷൻസ് ഉൾപ്പെടെയുള്ള ഗിവൺ ഡാറ്റാസ്, അതുപോലെ തന്നെ തന്നിരിക്കുന്ന കണ്ടീഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്. ഇത് ആക്ച്വലി അതൊരു സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്, നമുക്കൊരു മാർക്കുണ്ട്. ഓക്കെ, സോ മെൻഷൻ ദ ഗിവൺ ഡാറ്റ. നമുക്ക് നോക്കാം. ഗിവൺ ഡാറ്റയിൽ ഒന്നാമത് തന്നിരിക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് ആണ്. ഒന്നാമത്തെ കാര്യമായിട്ട് തന്നിരിക്കുന്നത് പ്രഷറിന് ഒരു റിലേഷൻഷിപ്പ് ആണ് തന്നിരിക്കുന്നത്. പ്രഷർ P വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, A പ്ലസ് ബി വി എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. പ്രഷർ P ഇസ് ഈക്വൽ ടു A പ്ലസ് ബി വി. അല്ലെ, A എന്താണ് B എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം, കാരണം ആർബിട്രറി വാല്യൂ ആണ്. സോ ആർബിട്രറി വാല്യൂന്റെ എയും ബിയും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് നമ്മൾ തന്നിരിക്കുന്നത് ഇന്റേണൽ എനർജി വേരിയേഷന്റെ ഇക്വേഷൻ ആണ്. ഇന്റേണൽ എനർജി U വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്, 34 പ്ലസ് എന്താണ് 3.15 PV എന്നാണ് തന്നിരിക്കുന്നത്. 34 പ്ലസ് 3.15 PV എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. പിന്നെയുള്ള ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷനിലത്തെ പ്രഷർ P1 തന്നിരിക്കുന്നത് 170 കിലോ പാസ്കൽ. അതേപോലെ V1 തന്നിരിക്കുന്നത് എത്രയാണ്, 0.03 മീറ്റർ ക്യൂബ്. ഇനി ഫൈനൽ സ്റ്റേറ്റിൽ തന്നിരിക്കുന്നത്, ഫൈനൽ കണ്ടീഷൻ തന്നിരിക്കുന്നത് P2 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് 400 കിലോ പാസ്കൽ. ഓക്കെ, പിന്നെ V2 തന്നിരിക്കുന്നത്, V2 ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് 0.06 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. സോ നമുക്ക് ആദ്യം ഇവിടുത്തെ എന്ത് ചെയ്യുക, ഈ രണ്ട് സ്റ്റേറ്റ് പോയിന്റ്സിന് ഇടയ്ക്കുള്ള ഇന്റേണൽ എനർജി ചേഞ്ചസ്, കാരണം നമുക്ക് വർക്കും ഹീറ്റും കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഒരു കൺസിഡറേഷൻ ആണ് അല്ലേ. സോ ഈ ഒരു കൺസിഡറേഷൻ ഉപയോഗിച്ച് ഇന്റേണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ U വിച്ച് ഇസ് ഈക്വൽ ടു ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ്. കാരണം എന്താണ്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം ആണ് അല്ലേ. സോ ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇന്റേണൽ എനർജി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ നോക്കിയേ, U2 മൈനസ് U1 ആണ്. U എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ U2 എന്ന് പറയുമ്പോൾ ഈ ഇതിനകത്ത് P1 V1 കൊടുത്താൽ നമുക്ക് കിട്ടും ഫസ്റ്റ് പോയിന്റ് കിട്ടും, P2 V2 കൊടുത്താൽ നമുക്ക് കിട്ടും സെക്കൻഡ് പോയിന്റ് കിട്ടും, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ 34 പ്ലസ് 3.15 P1 V1 മൈനസ് ഓഫ് 34 പ്ലസ് 3.15 P2 V2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇന്റേണൽ എനർജി ചേഞ്ചിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും അല്ലെ. ഇന്റേണൽ എനർജി ചേഞ്ച് ഇക്വേഷൻ വാട്ട് ഈസ് P1 ഇവിടെ കൊടുത്തിട്ടുണ്ട് 170. അത് നമ്മളിവിടെ സോറി ഇത് 2 ആണ് കേട്ടോ, 2 മൈനസ് 1 ആണ്. സോ 2 മൈനസ് 1 ആണ്. സോ P2 V2 മൈനസ് P1 V1 ചെയ്യുമ്പോൾ നമുക്ക് അതിന് ആൻസർ കിട്ടും. ഇതിൽ നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 34 നോക്കിയേ, 34 പ്ലസ് 3.15 P2 V2 മൈനസ് 34 minus 3.15 P1 V1. 34 plus 34 get cancelled. ഇതിൽ നിന്ന് 3.15 നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3.15 into P2 V2 minus P1 V1 എന്ന് കിട്ടും അല്ലെ. P2ന്റെയും V2ന്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അപ്രോക്സിമേറ്റ്ലി എത്രയാണ്, 3.15 into P2ന്റെ വാല്യൂ. P2 എന്ന് കിലോ പാസ്കൽ ആണ്, നമുക്ക് കിലോ ജൂളിൽ തന്നെ കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ കിലോ മാറ്റണ്ട, കൺവേർഷൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 66.15 കിലോ ജൂൾ എന്ന് നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. 66.15 കിലോ ജൂൾ എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടിയപ്പോൾ, ഇന്റേണൽ എനർജി വേരിയേഷൻസ് കിട്ടി.
ഇന്റേണൽ എനർജി ചേഞ്ച് കിട്ടി. ശരിയാണല്ലോ, ഇന്റേണൽ എനർജി ചേഞ്ച് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ആർബിട്രറി കോൺസ്റ്റൻസിന്റെ വാല്യൂ തന്നെ അല്ലെ, പി പ്രഷർ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് പ്രഷർ കണ്ടീഷൻ അവിടെ കൊടുക്കാമല്ലോ. അവിടുത്തെ പിയും അറിയാം വിയും അറിയാം അല്ലെ. ഇനീഷ്യൽ കണ്ടീഷൻ വെച്ച് ഇനീഷ്യൽ സ്റ്റേറ്റ് വെച്ച് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ഇനീഷ്യൽ സ്റ്റേറ്റ് വെച്ച് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും നോക്കിയേ, പി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വി ആണ്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി വി ആണ്. പി എന്ന് പറയുന്നത് P1, ദാറ്റ് മീൻസ് P1 എത്രയാണ് ഇവിടെ 170. സോ ദ ഇക്വേഷൻ ബിക്കം 170 വിച്ച് ഇസ് ഈക്വൽ ടു എ നമുക്ക് അറിയില്ല ആൻഡ് ബി ഓൾസോ അറിയില്ല. വാട്ട് ഈസ് V1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.03. ഓക്കെ, 0.03 ഇക്വേഷൻ നമ്പർ 1. സിമിലർലി അടുത്തത് എന്താണ്, 1P2. what is P2? 400. okay, so 400 which is equal to A plus B into 400 corresponding ആണ് എത്രയാണ് 0.06. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഈ ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആർബിട്രറി കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും അല്ലേ. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് ആർബിട്രറി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്പർ 2 - 1 ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 2 - 1 ചെയ്യുമ്പോൾ എനിക്ക് ബിയുടെ വാല്യൂ, കാരണം എ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇക്വേഷൻ നമ്പർ 2 - 1 400 - 170 a - a 0 ആയി പോകും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 0.06 - 0.03 എന്ന് പറയുന്നത് എത്ര തന്നെയാണ് 0.03. ബി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും 400 - 170 എന്ന് കിട്ടും. ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് ബിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി, നോട്ട് അപ്രോക്സിമേറ്റ്ലി ചെയ്ത് നോക്കുക, 7666.67 എന്ന് കിട്ടും. ബി അതിന്റെ യൂണിറ്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം 67 എന്ന് തന്നെ ഇടുക അല്ലേ. ബിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലോ ഇക്വേഷൻ നമ്പർ 2ലോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ വിൽ ഓൾസോ ഗെറ്റ് ദ വാല്യൂ ഓഫ് എ അല്ലേ. എ എന്താണ്, എ ഈക്വൽ ടു -60 എന്ന് കിട്ടും. ഓക്കെ, -60 കിട്ടും. ഇപ്പൊ നമുക്ക് നമ്മുടെ ആർബിട്രറി കോൺസ്റ്റന്റ് വാല്യൂസ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ആർബിട്രറി കോൺസ്റ്റന്റ് വാല്യൂസ് എല്ലാം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമ്മുടെ ആൻസറിലേക്ക് വരണം. കണ്ടുപിടിക്കേണ്ടത് വർക്ക് ട്രാൻസ്ഫറും അതേപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫറും ആണ്. സോ വാട്ട് ഈസ് വർക്ക്? ഓക്കെ, വാട്ട് ഈസ് വർക്ക്? വർക്ക് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, പി ഡി വി ആണ്. പി ഇൻറ്റു ഡി വി. ഓക്കെ, സോ പിയുടെ ഇക്വേഷൻ, ജനറലൈസ്ഡ് ഇക്വേഷൻ നമുക്കറിയാം, പി ഈക്വൽ ടു എ പ്ലസ് ബി വി എന്നറിയാം. സോ നമുക്ക് ഈ ഇക്വേഷനെ W എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ വർക്ക് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനായിട്ട് W1 to 2 അല്ലേ, അല്ലെങ്കിൽ 1 to 2 എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാൻ നമുക്കറിയാം അവിടുത്തെ വോളിയം വേരിയേഷൻ V1 എന്ന് പറയുന്നത് എത്രയാണ് 0.03ൽ നിന്നാണ് 0.06ലേക്കുള്ള ഇൻക്രിമെന്റ് ആണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം വോളിയം കൂടുന്നതുകൊണ്ട് ഒരു എക്സ്പാൻഷൻ പ്രോസസ് ആവാം അല്ലേ. സോ ഒരു പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W ഈക്വൽ ടു ഇന്റഗ്രൽ എവിടെ നിന്ന് എങ്ങോട്ടാ V1 to V2 ദിസ് ഇക്വേഷൻ ഓഫ് P അല്ലേ, P dV എന്ന് നമുക്ക് കൊടുക്കാം. റൈറ്റ് ആണല്ലോ. W1 to 2 is equal to integral 1 to 2 P dV. What is P here? P എന്ന് പറയുന്നത് ഇന്റഗ്രൽ V1 to V2 നമുക്ക് എന്ത് കൊടുക്കാം, Pക്ക് പകരം എന്ത് കൊടുക്കാം, A plus BV എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓഫ് dV അല്ലെ. ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, A into dV എന്ന് പറയുമ്പോൾ A into V വരും അല്ലെ. ഫ്രം എവിടെ നിന്നാണ് വരിക, V1 to V2 പ്ലസ് ബി ഇൻറ്റു എന്ത് വരും, ബിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് V²/2 വരും. ഫ്രം എവിടെ നിന്ന് വരിക, V1 to V2 അല്ലേ. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A ഇൻറ്റു എന്താ വരിക, A ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് V2 - V1 പ്ലസ് B/2 ഞാൻ ഇങ്ങ് പുറത്തേക്ക് എടുത്തു, V2² എന്ത് വരും, V2² - V1² എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ. നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വർക്കിന്റെ ഇക്വേഷൻ ആണ് ഇപ്പോൾ കിട്ടിയത്. എത്രയാണ്, A ഇൻറ്റു V2 - V1 പ്ലസ് B/2 ഇൻറ്റു V2² - V1². നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഏത് വാല്യൂ ആണ് നമുക്ക് അറിയാത്തത്? ഒരു വാല്യൂ ഇല്ല അല്ലേ. എയുടെ വാല്യൂ അറിയാം, ഇറ്റ് ഈസ് -60, V2 ഈസ് 0.06, V1 ഈസ് 0.03, അഗെയിൻ B ഈസ് 7666.67, V2² ഓൾസോ അല്ലേ അറിയാം. ഇതിന്റെ എല്ലാ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിന്റെ ആൻസർ അവിടെ കിട്ടും. വർക്ക് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക, 8.55 കിലോ ജൂൾ എന്ന ആൻസർ കിട്ടും അല്ലെ. പ്ലസ് വർക്കാണ്, വർക്ക് ഈസ് പോസിറ്റീവ് അല്ലെ. സോ വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് 8.55 കിലോ ജൂൾ എന്ന് കിട്ടി. വർക്ക് പോസിറ്റീവായിട്ട് കിട്ടി. ദാറ്റ് മീൻസ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം ആണല്ലോ. ടു ദ സിസ്റ്റം അല്ല, സിസ്റ്റമാണ് നമുക്ക് വർക്ക് പുറത്തേക്ക് തരുവാണ് ആണല്ലോ. സോ വർക്കിന്റെ ഡയറക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വർക്ക് നമുക്ക് കിട്ടുവാണ്. ദെൻ ഈ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വാട്ട് ഈസ് ഹീറ്റ് അല്ലെ. ഹീറ്റ് കണ്ടുപിടിക്കാൻ അല്ലെ, വർക്ക് W1 to 2 കിട്ടി. നമ്മുടെ ഇക്വേഷൻ എന്താണ്, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് 1 to 2 എന്താണ് ഇക്വേഷൻ, ഇന്റർണൽ എനർജി Q1 ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു Q1 to 2 ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് എന്താണ് വർക്ക് 1 to 2. ഇത് ഏതാണ് നമുക്ക് അറിയാത്ത, Q1 to 2 ആണ് അറിയാത്തത് അല്ലെ. സോ ഡെൽറ്റ U നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനാണ് ആദ്യമേ നമ്മൾ അത് കണ്ടുപിടിച്ചത്. എത്രയാണ് 66.6 എന്ന് പറഞ്ഞിട്ട് അല്ലെ. സോ 66.15 പ്ലസ് 8.5 അല്ലെ, 8.3 ആണ് 55. സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ്
74.7 kilojoule എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദിസ് ഈസ് എ ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഹീറ്റ് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നു, അത് പോസിറ്റീവ് ആണ്. വർക്ക് നമുക്ക് പുറത്തേക്ക് കിട്ടുന്നു, ദിറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ് ആണല്ലോ. മാഗ്നിറ്റ്യൂഡും കിട്ടി, ഡയറക്ഷനും കിട്ടി. ശ്രദ്ധിക്കുക, നമുക്ക് തന്നിരിക്കുന്ന ആർബിട്രറി ടേം ആണ് P = A + BV. ദാറ്റ് ടേം എന്തിനു ഉപയോഗിക്കണം? വർക്ക് കണ്ടുപിടിക്കാൻ. കാരണം P dV ആണ് വർക്ക്. P ഈസ് എ ഫംഗ്ഷൻ ഓഫ് വോളിയം എന്നാണ് അവർ തന്നിരിക്കുന്നത്. സോ യൂസിങ് ദാറ്റ് ആർബിട്രറി ഇക്വേഷൻ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക അല്ലേ. വർക്ക് അറിയാമെങ്കിൽ എന്ത് ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇന്റേണൽ എനർജി വേണം. ഇന്റേണൽ എനർജി തരാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് നമുക്ക് ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്ത് കണ്ടീഷൻ കൊടുത്താൽ നമുക്ക് ഇന്റേണൽ എനർജി ചേഞ്ച് കിട്ടും. ഓക്കെ, വർക്കും ഇന്റേണൽ എനർജിയും കിട്ടിയാൽ ഫസ്റ്റ് ലോ യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നിനുള്ള മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു അനലൈസ് ചെയ്ത് ആർബിട്രറി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നതിന് മാർക്കുണ്ട്. അതേപോലെ എല്ലാം കണക്റ്റഡ് ആണ് അല്ലെ, ഓരോന്നും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാർക്ക്. ലാസ്റ്റ് ഈ ജസ്റ്റിഫിക്കേഷൻ എഴുതുന്നതിന് നിങ്ങൾക്ക് മാർക്കുണ്ട്. ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ദിസ് ഈസ് ഇൻ സിസ്റ്റം Q, എത്രയാണ് Q ഒന്ന് വരച്ച് കാണിച്ചു കൊടുക്കുക. എത്രയാണ്? = 8.55. വർക്ക് ഇത് സിസ്റ്റം ആണെങ്കിൽ വർക്ക് എത്രയാണ്? വർക്ക് W = 8.5 എന്ന് പറഞ്ഞാൽ 74 Q ആണ്. വർക്ക് എത്രയാണ്? 8.5. ഇതാണ് ഇതിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൂടി അവിടെ കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ നല്ലത് ബെറ്റർ നിങ്ങൾ എഴുതി വരച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ തന്നെ ക്ലിയർ ആണ്. വരച്ചാൽ എഴുതാൻ വിട്ടുപോയപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സെയിം പാറ്റേൺ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അറിഞ്ഞിരിക്കേണ്ട എന്താ, ഈ പറഞ്ഞ വർക്ക് കണ്ടുപിടിക്കുന്ന സമയത്ത് എയും ബിയും കണ്ടുപിടിക്കാനായിട്ടുള്ള അനലൈസേഷൻ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സെയിം പാറ്റേൺ ആണ്. ഒരു തവണ ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ വാല്യൂ എങ്ങനെ മാറ്റി ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പാർട്ട് ബിയിലെ നമ്മുടെ മൊഡ്യൂൾ 2ന്റെ ഒന്നാമത്തെ ഓപ്ഷനുള്ള 14 മാർക്കിനുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞു അല്ലേ. ആ 14 മാർക്കും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു തിയറിയും ഒരു ഡെറിവേഷനും അതൊരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഒരു തവണയെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 14A എന്ന് പറയുന്നത്, discuss the application of steady flow process in the following engineering terms. Okay, first nozzle and diffuser, throttling devices, turbine and compressor എന്നാണ് ചോദിച്ചിരിക്കുന്നത്. That means it's simple derivation. ഒരു ഷോർട്ട് ഡെറിവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, ഒരു ഡെറിവേഷൻ കൊടുക്കണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഷോർട്ട് ഇക്വേഷനിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അല്ലെ, ഏറ്റവും ബേസിക് ഇക്വേഷൻ ഈ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന് നമുക്കൊരു ജസ്റ്റ് ഒരു ഡീറ്റലൈസിങ് കൊടുത്തു നോക്കാം അല്ലെ. എന്താണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊരു എക്സ്പാൻഡഡ് ഫോം ഓഫ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. എന്താണ് ഇക്വേഷൻ? H1 + V1² + GZ1 + Q which is equal to H2 + V2² + GZ2 + work transfer ആണല്ലോ. പെർ യൂണിറ്റ് മാസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പെർ യൂണിറ്റ് മാസിലാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് ആണ് ഇതിൽ പാസ് ചെയ്യുന്നുള്ള കൺസിഡറേഷൻ വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷന്റെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോം, ഒരു ഫൈനലൈസ്ഡ് ഫോം എന്ന് പറയുന്നത് പെർ യൂണിറ്റ് മാസ് കൺസിഡറേഷൻ. ഓക്കെ, വാട്ട് ഈസ് H1? 1, 2, 3 1, 2 റെപ്രസെന്റ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് പോർഷൻസ് ആണ്. വാട്ട് ഈസ് H1? എൻതാൽപ്പി അറ്റ് ദ ഇൻലെറ്റ് അല്ലെ. H2 എന്ന് പറയുന്നത് എക്സിറ്റ് എൻതാൽപ്പി, അതായത് നമ്മളൊരു ഫ്ലോ പ്രോസസ്, ഇതൊരു ടർബൈൻ അല്ലെങ്കിൽ നോസിലാണ് എടുക്കുന്നതെങ്കിൽ ദിസ് ഇസ് ഇൻലെറ്റ് ആൻഡ് ദിസ് ഇസ് ഔട്ട്ലെറ്റ്. ഓക്കെ, ഇൻലെറ്റ് ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് കണ്ടീഷൻസ് ആണ് H1 എന്താണ്? എൻതാൽപ്പി ഇനീഷ്യൽ കണ്ടീഷൻ. V1 എൻതാൽപ്പി വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്. അതുപോലെ Z1 എന്ന് പറഞ്ഞാൽ ഡാറ്റമാണ്. ഈ ആക്ച്വലി ഇതൊരു ബേസ് കൺസിഡറേഷൻ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഡിഫറൻസ്, ഇൻലെറ്റിന്റെ സെൻട്രൽ പോർഷനിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് Z1 and Z2. ഓക്കെ, സോ നമ്മൾ ഇൻക്ലൈൻഡ് കണ്ടീഷൻസിലൊക്കെ വെക്കുവാണെങ്കിൽ സാധാരണയായിട്ടും Z1 കുറവും Z2 കൂടുതലായിരിക്കും, തിരിച്ചാണെങ്കിൽ അങ്ങനെ അല്ലേ. സോ ആ ഒരു പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട ടേമാണ് എന്ത്? Z1 എന്ന് പറയുന്നത്. ദെൻ Q എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. അതുപോലെ വർക്ക് എന്ന് പറയുന്നത് വർക്ക് ട്രാൻസ്ഫർ ആണ്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഒരു ബേസിക് ഇക്വേഷൻ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ എഴുതി നമ്മൾ എന്ത് ചെയ്യണം? ആ ടേംസ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ഡിവൈസസ്, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഓരോ കണ്ടീഷൻസിനകത്തുള്ള ഇക്വേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോസിൽ ആൻഡ് ഡിഫ്യൂസർ ആണ്. നമുക്ക് നോസിൽ കാണിച്ചു കൊടുക്കാം അല്ലേ. നോസിൽ ആൻഡ് ഡിഫ്യൂസറിലെ നോസിൽ എങ്ങനെയായിരിക്കും കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം നോസിൽ എന്ന് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ നോസിലോ ഡിഫ്യൂസർ കൊടുക്കുക. നോസിലാണ് നമുക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്നത്, നോസിൽ കൊടുക്കുക. നമുക്ക് നോസിൽ ചെയ്യാം, എല്ലാം കൂടി കാണിക്കേണ്ട ആവശ്യമില്ല, കോമ്യൂണിക്കേഷൻ തന്നെയാണ്. ഓക്കെ, നോസിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് നോസിൽ? നോസിൽ ഈസ് എ ഡിവൈസ് വിച്ച്
എന്താണ് ഇൻക്രീസസ് ഇറ്റ്സ് എക്സിറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ജെറ്റ് വെലോസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നോസിലിന്റെ ഫംഗ്ഷൻ അല്ലേ. ജെറ്റ് വെലോസിറ്റി അതായത് ഇൻലെറ്റിലുള്ള പ്രഷറിനെ അല്ലെ ഇൻലെറ്റിൽ വരുന്ന പ്രഷറിനെ റെഡ്യൂസ് ചെയ്ത് അതിന്റെ വെലോസിറ്റി എക്സിറ്റിലെ വെലോസിറ്റി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നോസിലിന്റെ ഫംഗ്ഷൻ ആണല്ലോ. ഫ്ലോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക, റേറ്റ് ഓഫ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഒരു നോസിലിന്റെ ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് ജെറ്റ് വെലോസിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോസിലിന്റെ ഫംഗ്ഷൻ ആണല്ലോ. സോ ആസ് പെർ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഇത് തന്നെ എഴുതണം. h1 plus v1 square by 2 plus gz1 plus q which is equal to h2 plus v2 square by 2 plus gz2 plus w. ഓക്കെ, ഒരു നോസിലിന്റെ കേസിനകത്ത് ഞാൻ കുറച്ച് അസംഷൻസ് എടുക്കുവാണ്. ഒന്നാമത്തെ അസംഷൻ, ഈ നോസിൽ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലി ആണ്. ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുകയാണ് എടുക്കുക. ഓക്കെ, നമ്മുടെ ഇപ്പോൾ പർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ ഓൾസോ ഞാൻ ഈ നോസിൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള നോസിലാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് നോസിൽ എക്സ്പാൻഷൻ വഴി ദർ ഇസ് നോ വർക്ക് ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, വർക്ക് ട്രാൻസ്ഫറും ഇല്ല. So the equation become what happened and സംഭവിക്കും h1 plus v1 square by 2 അല്ലേ, gz1 gz2 but cancel, q becomes 0, w becomes 0. അങ്ങനെയാണെങ്കിൽ h1 plus v1 square by 2 which is equal to എന്ത് വരും, h2 plus v2 square divided by 2 അല്ലേ. ഇങ്ങനെ ഇക്വേഷൻ സോർട്ട് ചെയ്യാൻ പറ്റും. h1 plus v1 square by 2 is equal to h2 plus v2 square divided by 2. കറക്റ്റ് ആണല്ലോ. What is h1? enthalpy at the inlet. h2 എന്ന് പറയുന്നത് enthalpy at the exit condition അല്ലേ, enthalpy of steam ഓ ഫ്ലൂയിഡോ എന്തെല്ലാം. v1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വെലോസിറ്റി, v2 എന്ന് പറയുന്നത് എക്സിറ്റ് വെലോസിറ്റി. ഈ ഒരു ആപ്ലിക്കേഷൻ അനുസരിച്ച് നോസിലിന്റെ എക്സിറ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുക. ദിസ് ഈസ് ആപ്ലിക്കബിൾ ബോത്ത് ഫോർ ഡിഫ്യൂസർ ആൻഡ് എന്താണ് ഡിഫ്യൂസർ ആൻഡ് നോസിൽ. ഈ നോസിലിനെ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതാൻ പറ്റും, ഒരു നോസിലിന്റെ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നോസിലിന്റെ എക്സിറ്റ് വെലോസിറ്റിക്കാണ് അവിടെ പ്രാധാന്യം. സോ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എക്സിറ്റ് വെലോസിറ്റി കൂടി കണ്ടുപിടിച്ച് വെക്കണം, നിർബന്ധമാണ് അല്ലേ. സോ ഇക്വേഷൻ അനുസരിച്ച് എക്സിറ്റ് വെലോസിറ്റി എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ. ഈ h2 നെ ഇപ്പുറത്തേക്ക് എടുക്കുക, റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. സോ ഇക്വേഷൻ ബിക്കം v2 square divided by 2 which is equal to h1 minus h2 plus what happen v1 square by 2 അല്ലേ. ഈ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, v2. ദിസ് ഇസ് v2. ഓക്കെ, v2 is equal to 2 into h1 minus h2 plus ഈ 2 into 2 എന്താ പോകും, ക്യാൻസൽ ആയി പോകും, v1 square by 2. റൂട്ട് മാറുമ്പോൾ എന്ത് വരും, സ്ക്വയർ മാറുമ്പോൾ എന്തായി, റൂട്ടായി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എക്സിറ്റ് വെലോസിറ്റി ഓഫ് എ നോസൽ. അതായത് എക്സിറ്റ് വെലോസിറ്റി ഓഫ് എ നോസലിന്റെ ഇക്വേഷൻ ഇതാണ്. v2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു h1 മൈനസ് h2 പ്ലസ് v1 സ്ക്വയർ ബൈ 2. ഇനി നമുക്ക് അസംഷൻസ് എടുക്കാം. കാരണം ഒരു നോസിലിനെ സംബന്ധിച്ചിടത്തോളം ഇൻലെറ്റ് വെലോസിറ്റിയുടെ മച്ച് ഹയർ ആണ് എന്ത്, എക്സിറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് v2 ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ v1. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, v1 എന്ന് പറഞ്ഞ ടേമിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. സോ ഈ v1 എന്ന് പറഞ്ഞ ടേമിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താവും, v2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു h1 മൈനസ് h2. ഓക്കെ, ദിസ് ഈസ് ദ നെക്സ്റ്റ് ഇക്വേഷൻ. ഇതിനെ ഒന്നുകൂടി ഞാൻ സോർട്ട് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് h1 ആൻഡ് h2 ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടണമെങ്കിൽ അല്ലേ. സോ കിലോ ജൂൾ പെർ കിലോഗ്രാമിന്റെ വാല്യൂ കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ v2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട് ഹാപ്പൻ h1 മൈനസ് h2 ഇൻറ്റു കിലോ എന്നുള്ളതിന് എന്താവും 10⁻³ then 2 into 10⁻³ is 2000. root of 2000 is എന്താണ് 44.72 എന്ന് നമുക്ക് കിട്ടും ഓഫ് h1 മൈനസ് h2. h1 and h2 കിലോ ജൂളുള്ള വാല്യൂ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അത്രയും മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഇസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ എന്താണ്, അല്ലെങ്കിൽ ഇത് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇടുമ്പോൾ എന്താണ് ആക്ച്വൽ വാല്യൂ ഓഫ് h1, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ് ഇക്വേഷൻ എടുക്കേണ്ടത്. ദിസ് ഇസ് ദ derived form of exit velocity using steady flow energy equation, particularly for nozzle, and up to this എന്താണ് നമുക്ക് ഡിഫ്യൂസറിൽ പറയാം. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്ത് കാണിക്കേണ്ടത് ഏതില്, നമ്മുടെ നോസിൽ ആൻഡ് ഡിഫ്യൂസറിന്റെ കേസിനകത്ത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. സോ ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്ക് 3 ആയിട്ട് ചോദിച്ചേക്കുന്നത് ഏകദേശം 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. 2, 4, 6 2 മാർക്ക് കിട്ടത്തക്ക രീതിയിൽ ഇതൊരെണ്ണം എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് മെൻഷൻ കൊടുക്കുക, എന്താണ് നോസിൽ എന്നുള്ള കാര്യം മെൻഷൻ കൊടുക്കുക, ഇതേപോലെ റഫ് ഫിഗർ കാണിച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ത്രോട്ട്ലിംഗ് ഡിവൈസ് ആണ്. ത്രോട്ട്ലിംഗ് ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആണ്. ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്ലോ എന്ത് ചെയ്യുക, ത്രോട്ടിൽ ചെയ്യുക, ഫ്ലോവിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്ന് മാത്രമാണ് ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിന്റെ ഫംഗ്ഷൻ അല്ലേ. ഈ സെയിം ഇക്വേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന അസംഷൻ അനുസരിച്ച് എന്താണ്, Q1 ഈക്വൽ ടു 0 ആയിരിക്കും, W ഈക്വൽ ടു 0 ആയിരിക്കും, Z1 ഈക്വൽ ടു Z2 ആയിരിക്കും. ദിസ് ഇസ് അസംഷൻ. ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനകത്ത് നമ്മൾ കൊടുക്കുന്ന അസംഷൻ അതാണ്. Q1 ഈക്വൽ ടു 0, ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. ഒരു ഹീറ്റ് ട്രാൻസ്ഫർ വരാനില്ല. നമ്മൾ ഒരു ഫ്ലോ പോകുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാതിരിക്കാൻ മാക്സിമം നമ്മൾ എന്താ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു വാളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക.
അവിടെ ത്രോട്ട്ലിംഗ് വഴി എക്സ്പാൻഷൻ വഴി അവിടെ ഒരു വർക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല, ജസ്റ്റ് വർക്ക്ലെസ് എക്സ്പാൻഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ വർക്ക് ഈക്വൽ ടു 0. അതേപോലെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ത്രോട്ട്ലിംഗ് ഡിവൈസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ Z1 ഈക്വൽ ടു Z2. സോ ഇക്വേഷൻ ബിക്കാൻ എന്താവും? H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു H2 പ്ലസ് V2 സ്ക്വയർ ബൈ 2 സെയിം ആസ് ദ ലൈക്ക് അല്ലെ. ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിന്റെ ഇൻലെറ്റും എക്സിറ്റും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ? വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി അറ്റ് എക്സിറ്റ്. സോ ദ ഇക്വേഷൻ ബിക്കം, ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. വാട്ട് ഹാപ്പൻ? H1 ഈക്വൽ ടു H2. ദാറ്റ് മീൻസ് ഫോർ എ ത്രോട്ട്ലിംഗ് ഡിവൈസ് എൻതാൽപ്പി അറ്റ് എക്സിറ്റ് ഈസ് ഈക്വൽ ടു എൻതാൽപ്പി അറ്റ് ദ ഇൻലെറ്റ്. ഈ ഒരു കണ്ടീഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്ത് കാണിക്കേണ്ടത്. ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിന്റെ എൻതാൽപ്പി വേരിയേഷൻസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആയിരിക്കും, അല്ലെങ്കിൽ എൻതാൽപ്പി അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു എൻതാൽപ്പി അറ്റ് എക്സിറ്റ് ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷനാണ് ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസിനെ സംബന്ധിച്ച് അല്ലേ. എന്താണ് ത്രോട്ട്ലിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ? ഡിവൈസ് ദാറ്റ് കോസസ് ഡ്രോപ്പ് ഇൻ പ്രഷർ ബൈ റെസ്ട്രിക്റ്റിംഗ് ദ ഫ്ലോ പാസേജ് ക്യാൻ ബി ടൈംഡ് ഓഫ് ത്രോട്ട്ലിംഗ് ഡിവൈസ്. സിംപ്ലി ഒരു ഫ്ലോ ഓൾട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലോനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ്? ബൈ കീപ്പിംഗ് ദ എൻതാൽപ്പി സെയിം. അതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തിക്കേണ്ടത്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയി. ഇനി മൂന്നാമത്തത് ടർബൈൻ ഓർ കംപ്രസർ ആണ്. ടർബൈൻ ആൻഡ് കംപ്രസർ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ടർബൈനോ കംപ്രസറോ, ടർബൈൻ എന്ന് പറഞ്ഞാലും ശരി കംപ്രസർ എന്ന് പറഞ്ഞാലും ശരി, ഒരു വർക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ടേമാണ്. ടർബൈൻ ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊഡ്യൂസസ് വർക്ക്, മെക്കാനിക്കൽ വർക്ക് ഔട്ട്പുട്ട്. ഒരു സ്റ്റീം ടർബൈൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഹൈ എൻതാൽപ്പി സ്റ്റീം ടർബൈൻ്റെ ബ്ലേഡ്സിലേക്കൂടെ പോകുമ്പോൾ ആ ബ്ലേഡിനെ ആ ഒരു എൻതാൽപ്പിക് എനർജി, പ്രഷർ എനർജി ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്ത് മെക്കാനിക്കൽ വർക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടർബൈൻ്റെ ഫംഗ്ഷൻ. റൈറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കംപ്രസർ എന്ന് പറയുന്നത് ഒരു വർക്ക് അബ്സോർബിങ് സബ്സ്റ്റൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമുക്ക് പ്രഷറൈസ് ചെയ്യണം. ഒരു അറ്റ്മോസ്ഫിയറിക് എയറിനെ നമ്മൾ നേരെ എടുത്ത് പ്രഷറൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂൽ ബേണിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് ആണല്ലോ. സോ പ്രഷറൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു സപ്ലൈ സം വർക്ക്, അങ്ങോട്ട് വർക്ക് കൊടുക്കണം ആണല്ലോ. സോ ഒരു വർക്ക് അബ്സോർബിങ് സബ്സ്റ്റൻസ് ആണ് കംപ്രസർ എന്ന് പറയുന്നത്. എനിവേ രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, കംപ്രസർ ആയാലും ശരി നമ്മുടെ ടർബൈൻ ആയാലും ശരി, വർക്ക് എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ദ എൻതാൽപ്പി ഡിഫറൻസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ടർബൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കംപ്രസർ ആയിക്കോട്ടെ, ഒരു ഇൻസുലേറ്റഡ് കണ്ടീഷൻ അറ്റ്മോസ്ഫിയറിലാണ് എടുത്തിരിക്കുന്നത്. ഇൻസുലേറ്റഡ് അറ്റ്മോസ്ഫിയർ ആണല്ലോ. നമ്മുടെ ഇക്വേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയായിരുന്നു? H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 പ്ലസ് GZ1 പ്ലസ് Q വിച്ച് ഇസ് ഈക്വൽ ടു H2 പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് GZ2 പ്ലസ് W. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഐഡിയൽ നമ്മുടെ എന്താണ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്. നമ്മൾ കൺസിഡറേഷനിനകത്ത് ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ടർബൈനോ കംപ്രസറോ ആണ് ഉപയോഗിക്കാം. സോ Q ഈക്വൽ ടു 0, Z1 ഈക്വൽ ടു Z2 ഇതാണ് എടുത്തിരിക്കുന്നത് ആണല്ലോ. സോ ദ ഇക്വേഷൻ ബിക്കം എന്താണ്? H1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 അല്ലേ പ്ലസ് GZ1 പ്ലസ് Q ഈക്വൽ ടു H2 പ്ലസ് V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിയിൽ വേരിയേഷൻസ് ഒന്നും എടുക്കുന്നില്ല. V1 ഈക്വൽ ടു V2 കൺസിഡറേഷൻ എടുക്കുന്നു. സോ ഇക്വേഷൻ ബിക്കം എന്ത് വരും? H1 പ്ലസ് Q ഇല്ല, കാരണം എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ 0 ആണ്. സോ ഓക്കെ, അവിടെ കിടക്കട്ടെ. ഈസ് ഈക്വൽ ടു H2 പ്ലസ് എന്താണ് W. ഹീറ്റ് ട്രാൻസ്ഫർ എടുക്കുന്നില്ലെങ്കിൽ അത് പോകും. ഇൻ കേസ് ഹീറ്റ് ട്രാൻസ്ഫർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാം, നോ പ്രോബ്ലം. നെറ്റ് എന്നുള്ള അവസ്ഥയാവും. ഓക്കെ, ഈ ഒരു അസംഷനകത്ത് ഞാൻ തൽക്കാലം എന്തെടുക്കുന്നില്ല, ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടർബൈൻ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യമാണ് ഡെറിവേഷൻ അല്ലേ. സോ ഇൻസുലേറ്റഡ് കണ്ടീഷൻ ആണ്. സോ Q അവിടെ ഒഴിവാക്കുകയാണ്. സോ അവിടുത്തെ വർക്ക് ഈക്വൽ ടു എന്ത് വരും? ഇറ്റ് ഈസ് H1 മൈനസ് H2. ദാറ്റ് മീൻസ് എൻതാൽപ്പി അറ്റ് ദ ഇൻലെറ്റ് മൈനസ് അത് എൻതാൽപ്പി ഡ്രോപ്പ് വർക്ക് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ H ആണ്. പറഞ്ഞാൽ മനസ്സിലായോ? ഡെൽറ്റ H ആണ്. ഒരു ടർബൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടർബൈനിലേക്ക് കയറുന്ന സ്റ്റീമിന്റെ എൻതാൽപ്പി H1 ഉം പുറത്തേക്ക് ഇറങ്ങുന്നത് H2 ആണ്. സ്വാഭാവികമായിട്ടും ഈ എൻതാൽപ്പി ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ H2. സോ എത്ര ഡ്രോപ്പ് ഓഫ് എൻതാൽപ്പി? ഡെൽറ്റ H, ദ ഡ്രോപ്പ് ഓഫ് എൻതാൽപ്പി എത്രയാണോ ദാറ്റ് ഈസ് ദ വർക്ക്. അതേസമയം ഒരു കംപ്രസർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അല്ലേ, ഒരു കംപ്രസർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രത്യേകത? നമ്മൾ എടുക്കുന്നത് അല്ലെ, കയറുന്നത് H1, പുറത്തേക്ക് വരുന്നത് H2 അല്ലെ. സോ ദിസ് H2 മൈനസ് H1, H2 മൈനസ് H1 ഈക്വൽ ടു ദ വർക്ക് സപ്ലൈ. എനിവേ ഡെൽറ്റ H ഈസ് ദ വർക്ക് ആണല്ലോ ഇൻ ദിസ് കേസ്. ഇനി ഈ ഹീറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും W മൈനസ് Q അല്ലെ, W മൈനസ് Q ഇപ്പുറത്തേക്ക് എടുക്കും വിച്ച് ഇസ് ഈക്വൽ ടു ആണ് എന്ത്? H1 മൈനസ് നെറ്റ് എനർജി എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡെൽറ്റ H എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ ഈ ഒരു 3 കണ്ടീഷനാണ് നമ്മളോട് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ മെയിൻ ആയിട്ടുള്ള 3 ആപ്ലിക്കേഷൻ ആണ് എന്തൊക്കെ? ഒന്ന് നമ്മുടെ നോസിൽ ഓൺ ഡിഫ്യൂസർ, രണ്ടാമത് ത്രോട്ട്ലിംഗ് ഡിവൈസസ്,
മൂന്നാമത്തെ എന്താണ് ടർബൈൻ കംപ്രസർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെറൈവ് എടുക്കാൻ പറ്റും. ഈ ഒരു 3 കേസ് എഴുതുമ്പോൾ എന്താണ് ഡിവൈസ്, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, ഒരു ഫിഗർ അവിടെ കാണിക്കുക. ദെൻ നമ്മുടെ അസംഷൻസ് വെച്ച് നമ്മുടെ സ്റ്റഡി ഫ്ലോ ആൻഡ് എഡ്യൂക്കേഷൻ എല്ലാവരിലും തുടങ്ങണം. അവിടുന്ന് അസംഷൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്താണോ നമുക്ക് എത്തിക്കേണ്ടത് അതിലേക്ക് എത്തിക്കുക. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ദ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ നമ്മുടെ മൊഡ്യൂൾ 2-ന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 15 degrees Celsius pass through a heat exchanger at a velocity of 30 meter per second, where its temperature is raised to 800 degrees Celsius. It then enters the turbine with the same velocity of 30 meter per second and expands until the temperature falls to 650 degrees Celsius. On leaving the turbine, the air is taken at a velocity of 60 meter per second to a nozzle where it expands until the temperature has fallen to 500 degrees Celsius. If the airflow rate is 2 kg per second, calculate the rate of heat transfer to the air in the heat exchanger. രണ്ടാമത്തത് the power output from the turbine assuming no heat loss. മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത് the velocity at exit from the nozzle assuming no heat loss. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എൻതാൽപ്പി എച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് HPT CPT എന്ന് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. CP സ്പെസിഫിക് ഹീറ്റ് ആണ്, അതിൻ്റെ വാല്യൂ 1.005 ആണ്, അത് കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ്. T ഇത് ടെമ്പറേച്ചറും ആണ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3 സീരീസ് ഫോമിലാണ് അല്ലേ. ആദ്യം നമുക്കൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നിട്ടുണ്ട്, അതിനുശേഷം തന്നിരിക്കുന്ന ഒരു ടർബൈൻ ആണ്, പിന്നെ തന്നിരിക്കുന്ന ഒരു നോസിലാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഈ പറഞ്ഞ പവർ പ്ലാന്റിൻ്റെ ഒരു സീരീസ് ഓഫ് സെക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഓരോ സെക്ഷനിൽ നിന്നും പോകുമ്പോഴുള്ള ഓരോ പെർട്ടിക്കുലർ കാര്യം നമുക്ക് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് എക്സ്ചേഞ്ചറിലെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം, ടർബൈൻ്റെ പവർ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം, നോസിലിൻ്റെ എക്സിറ്റ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം അല്ലേ. സോ ഈ 3 കണ്ടീഷൻസ് ഉള്ള കാര്യങ്ങൾ എന്തുണ്ട്, എയർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 15 degrees Celsius 15 degrees Celsius ഉള്ള എയർ ആണ് ആദ്യം എവിടേക്ക് കയറുന്നത്, നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ കണ്ടീഷൻസിലേക്ക് കയറുന്നത്. പാസ് ത്രൂ ഹീറ്റ് എക്സ്ചേഞ്ചർ അറ്റ് എ വെലോസിറ്റി ഓഫ് 30 meter per second, അത് ടെമ്പറേച്ചർ എത്രയായിട്ട് കൂടി, 800 ആയിട്ട് കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വരെ ഞാൻ എടുക്കുവാണ്, അതായത് ഇവിടെ വരെ, എവിടെ വരെ, 800 degrees Celsius. ദാറ്റ് മീൻസ് ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ കണ്ടീഷൻ വരെ ഒന്ന് എടുക്കുവാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഫിഗർ ഈ ഒരു രീതിയിലേക്ക് കാണിക്കുവാണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടോ, ദിസ് ഈസ് ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലേ, ദെൻ ഇറ്റ് ടർബൈൻ, ദെൻ ഇട്ട് നോസിൽ. 1 to 2 എന്ന് പറയുന്നത് എത്രയാണ്, ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, എത്രയാണ്, 15 degrees Celsius 30 meter per second വെലോസിറ്റി ആണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്തിരിക്കുന്നത് എത്രയാണ്, 800 degrees Celsiusലേക്കാണ് റൈസ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണ്ടീഷൻസ് അറിയാം അല്ലേ, 1 to 2 കണ്ടീഷൻ അറിയാമെങ്കിൽ നമുക്ക് അവിടുത്തെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഏത് രീതിയിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എം മാസ് ഫ്ലോ റേറ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് അത് നമ്മളവിടെ കാണിക്കണം. എം ഇൻറ്റു എന്ത് വരും, H1 പ്ലസ് അല്ലേ, നമ്മൾ തൊട്ട് മുമ്പ് അടിച്ച സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഈ ഒരു 3 പെർട്ടിക്കുലർ കേസിലേക്ക് മാറ്റി നമ്മൾ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. സോ എം ഇൻറ്റു H1 പ്ലസ് ഇവിടുത്തെ വെലോസിറ്റി ഞാൻ C1 കൊടുക്കാം, C1² പ്ലസ് എന്താണ് GZ1. ഓക്കെ, പ്ലസ് എന്താ വരിക, പ്ലസ് അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, Q1 to 2 അല്ലേ, ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഇതേപോലെ തന്നെ H2 പ്ലസ് C2² പ്ലസ് GZ2 പ്ലസ് എന്ത് വരും, അവിടുത്തെ വർക്ക് വരും W1 to 2. ഓക്കെ, ഇതിനകത്ത് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാം, എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാവുന്നതാണ് അല്ലേ. ഇവർ പറഞ്ഞിരിക്കുന്നത് 15 degrees Celsius 30 meter per second ആണ്. അത് ടെമ്പറേച്ചർ റൈസ് ചെയ്തിരിക്കുന്ന 800 degrees Celsius വിത്ത് ദ സെയിം വെലോസിറ്റി എത്രയാണ്, 30 meter per second ആണല്ലോ. ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാം. ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് എന്ത് കൺസിഡർ ചെയ്യാൻ ചാൻസ് ഇല്ല, വർക്കില്ല. സോ നമുക്ക് ഇവിടുന്ന് W1 to 2 നെഗ്ലക്ട് ചെയ്യാം. അതേപോലെ C1 equal to C2 ആണ്, അതും നെഗ്ലക്ട് ചെയ്യാം. ദെൻ ഇത് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട്, Z1 equal to Z2, ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. സോ ദ ഇക്വേഷൻ ബിക്കം എന്തൊക്കെ പോകും, C1 C2 പോവും, Z1 Z2 പോവും, അതേപോലെ W1 to 2 പോവും. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് M ഇൻറ്റു H1 റൈറ്റ്, M ഇൻറ്റു H1 പ്ലസ് Q1 to 2 അല്ലേ, ഈക്വൽ ടു എന്താണ്, M ഇൻറ്റു H2. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹീറ്റ് Q1 to 2 എന്താണ്, Q1 to 2 ഈസ് ഈക്വൽ ടു എന്താ, M പുറത്തേക്ക് കഴിഞ്ഞാൽ എന്ത് വരും, H2 മൈനസ് H1. ദിസ് ഇസ് ദ ഇക്വേഷൻ. Q1 to 2 ഈക്വൽ ടു M ഇൻറ്റു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെ, ഹീറ്റ് റൈസ് ചെയ്തിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ്, ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഹീറ്റ് റൈസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം, എത്ര വരും, M ഇൻറ്റു അല്ലേ, പക്ഷേ H1 H2 നമുക്ക് ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല അല്ലേ. അപ്പം ലാസ്റ്റ് അവർ ഹിൻറ്റിൽ ഒരു തന്നിട്ടുണ്ട്, എന്താ, എവിടെയെങ്കിലും എൻതാൽപ്പി തന്നിട്ടുണ്ടെങ്കിൽ CPT എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇക്വേഷൻ ഞാൻ M ഇൻറ്റു ഈ ഇക്വേഷൻ എഴുതാം, ഇത് CP
എന്ത് എഴുതാം T2 മൈനസ് സി പി T1 എന്ന് ഞാൻ കൊടുക്കുകയാണ്. സോ സി പി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എം സി പി ഇൻറ്റു വാട്ട് ഹാപ്പൻ T2 മൈനസ് T1 എന്ന് കൊടുക്കുന്നു അല്ലേ. വാട്ട് ഈസ് ഇവിടെ എം എത്രയാണ്? എമ്മിൻ്റെ വാല്യൂ 2 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. സി പിയുടെ വാല്യൂ 1.005 കിലോ ജൂൾ ആണ് കേട്ടോ. സോ ഇൻറ്റു T2 എത്രയാണ് തന്നിരിക്കുന്നത്? 815. സോ നമ്മൾ കെൽവിനിലേക്ക് മാറ്റേണ്ട കാരണം ഡിഫറൻസ് എടുക്കുകയാണ് അല്ലേ. സോ നമുക്ക് കെൽവിനിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. 800 മൈനസ് 15 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 15,777.8 അത്രയും കിലോ, കാരണം 1.005 കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിരുന്നു. സോ കിലോ ജൂൾ എന്ന ആൻസർ കിട്ടും. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? 15.77 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് പാർട്ടിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തു കേട്ടോ. അതായത് നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിച്ചു എത്രയാണെന്ന്. അടുത്ത സെഷൻ എങ്ങോട്ടേക്കാണ്? ടർബൈനിലേക്കാണ് അല്ലേ. സോ ടർബൈനിൽ എന്ത് വേരിയേഷൻസ് ആണ് വന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. ടർബൈനിൽ തന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ് ദെൻ എൻറ്റേഴ്സ് ദ ടർബൈൻ. ഇറ്റ് ദെൻ എൻറ്റേഴ്സ് ദ ടർബൈൻ with the same velocity of 30 meter per second. അപ്പോൾ ഇൻലെറ്റിലെ വെലോസിറ്റി എന്ത് തന്നെയാണ്? 30 meter per second തന്നെയാണ്. ആൻഡ് എക്സ്പാൻസ് അണ്ടിൽ ദ ടെമ്പറേച്ചർ ഫോൾസ് ടു 650 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 800 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇതിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എത്രയായി? 650 ആയിട്ട് മാറി ആണല്ലോ. ലിവിങ് ദ ടർബൈൻ ആണല്ലോ. ദെൻ എയർ ഈസ് ടേക്കൺ അറ്റ് എ വെലോസിറ്റി ഓഫ് 60 മീറ്റർ പെർ സെക്കൻഡ് ടു ദ നോസിൽ. അപ്പം എക്സിറ്റിലെ വെലോസിറ്റി എത്രയാണ്? 60 മീറ്റർ പെർ സെക്കൻഡും ആണ്. അപ്പോൾ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതാണ് നോസിലേക്ക് പോകാനും പോകുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ആസ് യൂഷ്വൽ സെയിം തന്നെ. അപ്പോൾ 800 ടു 650 60 മീറ്റർ പെർ സെക്കൻഡും ആണ് അവിടുത്തെ വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ടർബൈൻ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ, ടർബൈനിലേക്ക് പോയിട്ടുള്ള കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ എവിടെ 30 മീറ്റർ പെർ സെക്കൻഡ്, ഇൻലെറ്റ് 800 തന്നെ. ഇവിടെ എത്തിയപ്പോൾ എത്രയായി? 600 ആവും. ടെമ്പറേച്ചർ മാറി എത്രയായി? 650 ഡിഗ്രി സെൽഷ്യസ് എത്തി. 60 മീറ്റർ പെർ സെക്കൻഡിലേക്ക് അത് വ്യത്യാസം വന്നു. 60 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. സോ ഇതിനകത്ത് നമുക്ക് ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ടർബൈൻ്റെ കേസിനകത്ത് ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ഇതേപോലെ തന്നെ അല്ലേ. ഇവിടെ Z1 ഒഴിവാക്കിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഞാൻ പറയുന്നത്. നോക്കി, ടർബൈൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ടർബൈൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? എം ഇൻറ്റു എന്താണ് ഇക്വേഷൻ വരിക? എം ഇൻറ്റു H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2. Z1 ഞാൻ ഒഴിവാക്കി. ഓക്കെ, പ്ലസ് ഇത് ടർബൈൻ ആണ്. ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് ക്വസ്റ്റ്യൻ. ഹീറ്റ് ട്രാൻസ്ഫർ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ആണ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെ കേസിൽ? ടർബൈൻ്റെ കേസിലും നോസിൻ്റെ കേസിലും. സോ ഞാൻ ഹീറ്റ് ട്രാൻസ്ഫർ ഒഴിവാക്കി. വിച്ച് ഇസ് ഈക്വൽ ടു, സോ ഹീറ്റ് ട്രാൻസ്ഫർ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിലേക്ക് കൊടുക്കണ്ട അല്ലേ. C1 സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇപ്പുറം വരും എം ഇൻറ്റു വാട്ട് ഹാപ്പൻ H2 പ്ലസ് C2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് വർക്ക് 1 to 2 വർക്ക് 1 to 2 എന്ന് വരും അല്ലേ. ഈ വർക്ക് 1 to 2 ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. W2 1 to 2 എന്ന് പറഞ്ഞ വർക്കാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അത് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരിക? ഈ ഹീറ്റ് ട്രാൻസ്ഫർ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇക്വേഷൻ എഴുതിയേക്കുന്നത്. അതായത് Z1 വാല്യൂ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് എഴുതിയേക്കുന്നത്. സോ വർക്ക് 1 to 2 ഇക്വേഷൻ എങ്ങനെ എഴുതും? W1 to 2 ഈ ടേമിനെ മൊത്തത്തിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? എം ഇൻറ്റു നോക്കിയേ, എം ഇൻറ്റു H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 മൈനസ് ഓഫ് എം ഇൻറ്റു H2 പ്ലസ് C2 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ ആണല്ലോ. ഇവിടുന്ന് MH1 മൈനസ് MH2. സോ ഇവിടുന്ന് എം പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ എന്ത് വരും? എം ഇൻറ്റു അല്ലേ, എം മൊത്തത്തിലൊരു ഇത് എടുക്കുകയാണ്. എം ഇൻറ്റു H1 മൈനസ് H2. H1 മൈനസ് H2. സോറി, H2 എടുക്കരുത്. ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3 ആണ് എടുക്കേണ്ടത് കേട്ടോ. H2 എന്നുള്ളത് സ്ഥലത്ത് 2 ഉള്ള സ്ഥലത്തൊക്കെ 3 ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ മിനി മിസ്റ്റേക്ക് വരും. കാരണം ദിസ് ഇസ് 1 to 2 ആൻഡ് 2 to 3 ആണ് എടുക്കുന്നത്. സോ 2 to 3. സോ ഇത് എന്താവും? H1 മൈനസ് H3. ഇത് 3 ആണ്. ഓക്കെ, ദെൻ എന്താ വരിക? പ്ലസ് C1 ഇത് മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ആ മൈനസ് കൂടി നമ്മൾ പുറത്തേക്ക് എടുത്തേക്കുന്നത്. അപ്പോൾ എന്ത് വരും? ഇത് C1 സ്ക്വയർ മൈനസ് C2 സ്ക്വയർ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് വരും? ഇത് 1 അല്ല, എന്താണ്? 2 ആണ്. 1ന് സ്ഥലത്ത് 2ഉം 2ന് സ്ഥലത്ത് നമ്മൾ 3 ആണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ സോ അപ്പോൾ എന്ത് വരും? C2 സ്ക്വയർ മൈനസ് C3 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഓക്കെ, എല്ലാ വാല്യൂ നമുക്കറിയാം. H1ൻ്റെ വാല്യൂന് പകരം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കും എം ഇൻറ്റു ഇവിടെ CP ഇൻറ്റു വാട്ട് ഹാപ്പൻ? T2 മൈനസ് T3 മൈനസ് T3. കാരണം ഇവിടെ 800 ഡിഗ്രി സെൽഷ്യസ് ടർബൈൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 650 ആയിട്ട് കുറയുവാണ് ചെയ്യുന്നത്. സോ T2 മൈനസ് T3 പ്ലസ് ഇവിടെ എന്ത് വരും? C2 സ്ക്വയർ മൈനസ് C3 സ്ക്വയർ ഡിവൈഡ് ബൈ 2. ദിസ് ഇസ് ഇക്വേഷൻ. ഇതിൽ എല്ലാ വാല്യൂ അറിയാം. എത്രയാണ്? എമ്മിൻ്റെ വാല്യൂ 2, CPൻ്റെ വാല്യൂ 1.005. അതേപോലെ T2 മൈനസ് T3യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 800 മൈനസ് 650 പ്ലസ് ഇത് C2 എന്ന് പറയുന്നത് എത്രയാണ്? 30 സ്ക്വയർ മൈനസ് C3 എത്രയാണ്? 60 സ്ക്വയർ. സോ 30 സ്ക്വയർ മൈനസ് 60 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. ഒരു കാര്യം നിങ്ങൾ കൺഫ്യൂഷൻ ആവും, കാരണം ഇത് CP 1.005 ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ്. സോ അതും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി 2ൻ്റെ കൂടെ എന്തുകൂടെ ഒരു 10⁻³ കൊണ്ട് ഡിവൈഡും കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ യൂണിറ്റ് സെയിം ആകുള്ളൂ, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്.
സോ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി W എന്ന് പറയുന്നത് 298.8 കിലോ ജൂൾ അല്ലെങ്കിൽ കിലോ വാട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. മാസിലല്ലേ, മാസ് കൂടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും 298.8 കിലോ വാട്ട്. നിങ്ങൾ സോർട്ട് ചെയ്ത് നോക്കുക. ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള പാട് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇട്ട് കൊടുക്കാൻ വലിയ പാടൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കിട്ടുക. 298.8 കിലോ വാട്ട് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ 2 സെറ്റായി അല്ലേ. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നോസിൽ. സ്വാഭാവികമായിട്ടും നോസിൽ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്? നമുക്കതിന്റെ എക്സിറ്റ് വെലോസിറ്റി ആയിരിക്കും. ക്വസ്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോസിലാണ്. നോസിലിന്റെ എക്സിറ്റ് സെഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നോസിലിന്റെ എക്സിറ്റ് സെഷൻ. ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. നോക്കിയേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? ദെൻ അല്ലേ 30 മീറ്റർ പെർ സെക്കൻഡ് എക്സ്പാൻഡ് പറഞ്ഞു. ഇനി ഓൺ ലീവിംഗ് ദ ടർബൈൻ, ടർബൈൻ ലീവ് ചെയ്തിട്ട് ഓൺ ലിവിംഗ് ദ ടർബൈൻ ദ എയർ ഈസ് ടേക്കൺ അറ്റ് എ വെലോസിറ്റി ഓഫ് 60 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇൻലെറ്റ് വെലോസിറ്റി ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. 60. ഓക്കെ. ദെൻ ഇറ്റ് എക്സ്പാൻഡ് അണ്ടിൽ ദ ടെമ്പറേച്ചർ ഹാസ് ഫാളൻ ടു 500 ഡിഗ്രി സെൽഷ്യസ്. 500 ഡിഗ്രി സെൽഷ്യസിലേക്ക്. അപ്പോൾ ഇത് തൊട്ട് മുന്നേ എത്രയായിരുന്നു? 650 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 650 ഡിഗ്രി സെൽഷ്യസ് നിന്ന് കുറഞ്ഞ എത്രയാണ്? 500 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഡ്രോപ്പ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ആ ടെമ്പറേച്ചർ ഡ്രോപ്പ് സംഭവിച്ച സിറ്റുവേഷൻസിൽ ഉള്ള എക്സിറ്റ് വെലോസിറ്റി, വെലോസിറ്റി അറ്റ് എക്സിറ്റ് ഫ്രം ദ നോസിൽ അസ്യൂമിങ് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്നത് 62 ടെമ്പറേച്ചർ അല്ലെ, വെലോസിറ്റി 60 തന്നെയാണ്. പുതിയ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ദെൻ ടെമ്പറേച്ചർ ഫോളോ ചെയ്തേക്കുന്നത് 500 ആണ്. ഓക്കെ. സോ നമ്മൾ നമ്മുടെ ഡയഗ്രത്തിലേക്ക് തിരിച്ചു വരാം. ഡയഗ്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നോക്കിയേ, നോസിലിൽ ഓൾറെഡി 650 ആണ്. ഇവിടുത്തെ C4 നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ടെമ്പറേച്ചർ എത്രയായിരുന്നു? 500 ആണ്. ടെമ്പറേച്ചർ 500 ആണ്. ഇതേ കേസിൽ ഇക്വേഷൻ നമ്മൾ കൊടുക്കാം അല്ലെ. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന സെയിം ഇക്വേഷൻ തന്നെ അവിടെ കൊടുക്കാം. എന്താ വരിക? ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് നോസിലിന്റെ കേസ് വെലോസിറ്റി അറ്റ് എക്സിറ്റിൽ നോസിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ ഇത് 3, ദിസ് ഈസ് 4. അപ്പോൾ എന്താ വരിക? മാസ് കൺസിഡർ ചെയ്യാൻ ഇല്ലേലും കുഴപ്പമില്ല. കാരണം നമുക്ക് നോക്കാം, മാസ് കൺസിഡർ നോക്കാം. M × H3 അല്ലെ, 3 H3 പ്ലസ് C3 സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് Q ആണ് വരുന്നത്. ഇസഡും ക്യൂവും ഒഴിവാക്കാം, കാരണം ഹീറ്റ് ട്രാൻസ്ഫർ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Q ഞാൻ ഒഴിവാക്കി. അതേപോലെ ഇസഡും ഓൾറെഡി നമ്മൾ ഒഴിവാക്കിയതാണ്, അപ്പോൾ അത് കളഞ്ഞു. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ വരിക? M × എന്ത് വരും? H4. ഓക്കെ. H4 പ്ലസ് C4 സ്ക്വയർ ഡിവൈഡ് ബൈ 2. കറക്റ്റ് ആണല്ലോ. രണ്ട് സൈഡിലും M ഒരുപോലെ ആയതുകൊണ്ട് ആ M ഞാൻ അവിടെ ഒഴിവാക്കി. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? C4 ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി അറ്റ് എക്സിറ്റ് C4 ഡിവൈഡ് ബൈ സ്ക്വയർ ആണ് അല്ലേ. സോ C4 സ്ക്വയർ ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? H3 മൈനസ് H4 പ്ലസ് C3 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ ആണല്ലോ. ഇക്വേഷനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്യുമ്പോൾ H3 എന്നുള്ളത് എന്ത് വരും? CP × T3 മൈനസ് T4 പ്ലസ് C3 സ്ക്വയർ ഡിവൈഡ് ബൈ 2. അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഇവിടെ നമ്മൾ 1.005 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഡിവൈഡ് ചെയ്യണം. അതേപോലെ ഇവിടുന്ന് തിരിച്ചു മതി, ഇവിടെയും അതേപോലെ തന്നെയാണ് കണ്ടോ. ഡിവൈഡ് ബൈ 2 അല്ല, എന്താ വരേണ്ടത്? 2000 ആക്കാൻ മറക്കരുത്. സോ C4 സ്ക്വയർ ഡിവൈഡ് ബൈ 2000 ആണ് എടുക്കേണ്ടത്. കാരണം വെലോസിറ്റിയുടെ അടിയിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഈ ഇക്വേഷനെ മൊത്തം ലീനിയറൈസ് ചെയ്യണം. CP കിടക്കുന്നത് 1.005, K ആണ്, അത് നമ്മൾ 1.005 മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2000. ഇവിടെ C3 സ്ക്വയർ ഡിവൈഡ് ബൈ 2000 ആയിരിക്കണം. C4 സ്ക്വയർ ഡിവൈഡ് ബൈ 2000. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഓക്കെ. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ C4ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടും? C4ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 552.26 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ നോക്കിയേ, ആ എക്സിറ്റ് വെലോസിറ്റിയുടെ വാല്യൂ നോക്കിയേ, 60 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഇതിലേക്ക് മാറി 582ലേക്ക് മാറി. 60ഉം 552 അന്തരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ദാറ്റ് മീൻസ് വെലോസിറ്റിയുടെ ഫംഗ്ഷൻ, നോസിന്റെ ഫംഗ്ഷൻ തന്നെ എന്താണ്? എക്സിറ്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ 62 അപ്രോക്സിമേറ്റ്ലി 552 പോയിന്റ് കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇതാണ് ആ ഇക്വേഷൻ. ഇവിടെ ഇക്വേഷൻ എടുത്ത സമയത്ത് M × H3 പ്ലസ് C3 സ്ക്വയർ ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു M × H4 പ്ലസ് C4 ഡിവൈഡ് ബൈ 2. ഇവിടെ Q ഒഴിവാക്കി, Z ഒഴിവാക്കി, അപ്പുറം വർക്ക് ഒഴിവാക്കി. നോസിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല, വർക്ക്ലെസ് എക്സ്പാൻഷൻ ആണ്. അതുകൊണ്ടാണ് അവിടെ വർക്ക് ഒഴിവാക്കിയത്. വർക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? നെഗ്ലക്ട് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. നമ്മൾ തൊട്ട് മുമ്പ് ഇതിന്റെ ഒരു ഡെറിവേഷൻ ആയിരുന്നു പഠിച്ചിരുന്നത്. ഓക്കെ. സോ നമ്മൾ ഈ 2 സെഷൻസിലും കൂടി അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ, ആദ്യത്തെ സെഷൻ ഫസ്റ്റ് ലോവിനെ ബേസ് ചെയ്തും സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുമായിരുന്നു. സോ അതിനകത്ത് ഒരു തിയറിയും ഒരു പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ പറഞ്ഞ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുമായിട്ട് ഈ ഒരു ഏരിയ, ഈ ഒരു ഒറ്റ ഭാഗം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഓൾമോസ്റ്റ് അതിന്റെ എന്താ പഠിച്ചു ആ ഒരു ഏരിയ മൊത്തം സെക്കൻഡ് മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസീവ് ഏരിയ തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിയുകയാണ് ചെയ്യുന്നത്. സോ വീഡിയോ വളരെ വ്യക്തമായിട്ട് ക്ലീൻ ആയിട്ടും മനസ്സിലാക്കിയെടുക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ. നെക്സ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. കീപ് വാച്ചിങ്. താങ്ക് യു.